പ്രൈസലോ ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. മനോഹരമായ ഒരു നല്ല ഞായറാഴ്ച. കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് കൃപ ചെയ്തല്ലോ. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നവൻ, ആദിപിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതുപോലെ ഇന്ന് പകലിൽ സർവശക്തനായ ദൈവത്തെ ആരാധിപ്പാൻ കൃപ ലഭിച്ചവർ നന്ദിയുള്ള ഹൃദയത്തോടെ ആ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ട് നാട്ടോട് നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല ദൈവം ഇന്ന് രാത്രിയിലും അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനാകട്ടെ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയ്ക്കട്ടെ. ഹല്ലേലൂയ. അല്പസമയം ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട്, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടാം. ഹല്ലേലൂയ. 2020 നവംബർ മാസം 1-ാം തീയതി ആമേൻ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ആമേൻ ഈ മാസത്തിന്റെ പ്രാരംഭ രാത്രിയിൽ നാം ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത് ഏറെ നന്നെന്ന് കരുതുന്നവർ, ഏറെ നന്നെന്ന് വിശ്വസിക്കുന്നവർ അത് സന്തോഷമായി അനുഭവിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഒരിക്കൽ കൂടെ അനുഭവിപ്പാനിടയായി തീരേണ്ടതിനായി, ഇമ്പമേറിയ ദൈവശബ്ദം കേൾപ്പാൻ തക്കവണ്ണം ഇടയാകേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഭാരങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നിരാശകളും നിറഞ്ഞതായ ലോകത്ത് അവിടെ ഇവിടങ്ങളിലായിരിക്കുന്ന ദൈവമക്കളെ ദൈവം തന്റെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നല്ലോ, പരിപാലിക്കുന്നല്ലോ. അവിടുത്തെ നടത്തിപ്പിനായി, അവിടുത്തെ കരുതലിനായി, അവിടുത്തെ നടത്തിപ്പിനായി നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഭാഗ്യകരമായ അനുഭവത്തിൽ ജീവിപ്പാൻ കൃപ ലഭിച്ചവർ ഒരിക്കൽ കൂടെ നന്ദിയോടെ ദൈവത്തിൽ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്, ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. ഇന്ന് പകലിൽ അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിച്ച അവിടുത്തെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി ഞങ്ങൾ കുടുംബമായി അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ഇന്ന് രാത്രിയിലും അങ്ങയുടെ മാറ്റമില്ലാത്ത വചനവുമായി ഈ ലൈവിൽ നിൽപ്പാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്നവരുടെ മേൽ അങ്ങ് വെളിപ്പെടുത്തുമാറാകണമേ. രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകുവാൻ, പാപികൾ മനം തീരുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കട്ടെ. ശുശ്രൂഷിപ്പനടിനെ ശക്തീകരിക്കണം. ശ്രോതാക്കളായിരിക്കുന്ന ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവേ. വേദനയുടെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് അവിടെ നിറയ്ക്കുമാറാകണമേ. സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് കൈപിടിച്ച് നടത്തുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാലാവേ
പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവിനെ ഈ മാസത്തിന്റെ ആദ്യ ആമേൻ രാത്രി ഹല്ലേലൂയ ആമേൻ ഈ മാസത്തിന്റെ പ്രാരംഭ ദിവസം ആമേൻ അതെ ആരാധിപ്പാൻ ആമേൻ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ മകൻ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. എത്ര സന്തോഷമല്ലേ ആമേൻ ഇന്ന് പകലിൽ ആമേൻ ഈ മാസത്തിന്റെ ആരംഭത്തിൽ ഹല്ലേലൂയ ദൈവത്തെ ആരാധിപ്പാൻ ഇടയായി തീർന്നു. ആമേൻ ഇന്ന് രാത്രിയിലും സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ നമ്മെ സഹായിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന നമ്മുടെ കർത്താവിന് ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
ഇന്ന് രാത്രി ആമേൻ ദൈവവചനവുമായി നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയ സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ശ്രോതാക്കളായിരിക്കുന്ന വിശേഷ സ്നേഹതീരം പ്രയർ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും ആമേൻ എല്ലാ കുടുംബങ്ങൾക്കും ഹല്ലേലൂയ ഈ കൂട്ടായ്മയോട് ആമേൻ സഹകരിക്കുന്ന കൈത്താങ്ങലാകുന്ന ആമേൻ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ഈ ലൈവിന് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വരും ദിവസങ്ങളിൽ ഈ വീഡിയോ വീക്ഷിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലുകയാണ്. ഇന്ന് രാത്രിയിലും ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കിയല്ലോ. കർത്താവിന്റെ വരവ് താമസിച്ചത് കൊണ്ടാണല്ലോ ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം കൃപ ചെയ്യുന്നത്. ഒരുപക്ഷെ ചോദിക്കാം, വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ എല്ലാ ദിവസവും ഇങ്ങനെ ഈ ലൈവിൽ ഈ 9 മണി കഴിഞ്ഞ് വരുന്നതെന്ന് ഒരു കാര്യം ആമേൻ ചിന്തിക്കണം. മനുഷ്യന് പരിഹരിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ആമേൻ അതേ പ്രതിബദ്ധതകൾ, പ്രതികൂലങ്ങൾ ആമേൻ ലോകത്തിൽ ആമേൻ അവിടെവിടങ്ങളിലായി ആമേൻ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ പിടിച്ചു നിൽക്കുവാൻ മനുഷ്യന്റെ പണത്തിനോ മനുഷ്യന്റെ കഴിവുകൾക്കോ മനുഷ്യന്റെ ആമേൻ കായിക ബലങ്ങൾക്കോ അവൻ സമ്പാദിച്ച പണത്തിനോ അവന്റെ ജ്ഞാനത്തിനോ കഴിയാതിരിക്കുമ്പോൾ ആമേൻ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമാണ് ആമേൻ നിലനിൽക്കുവാൻ കഴിയുന്നതെന്ന് ലോകം ആമേൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര പ്രതികൂലത്തിന്റെ നടുവിലും എത്ര പ്രതിസന്ധിയുടെ നടുവിലും ഒരു മനുഷ്യന് നിൽക്കുവാൻ കഴിയുന്നത് ദൈവവചനത്തിലാണ്. ഹല്ലേലൂയ. ആമേൻ ഉത്തരം ലഭിക്കാത്ത ആമേൻ വിഷയങ്ങൾക്ക് മറുപടി ദൈവവചനത്തിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ആമേൻ നാം കഴിക്കുന്ന ആഹാരം അത് ദഹിച്ച് അത് എനർജിയായി മാറിയെങ്കിലുമേ നമ്മുടെ ശരീരം ബലമുള്ളതായി മാറത്തുള്ളൂ. ആമേൻ നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ നിലനിൽപ്പിന്, ആ മനുഷ്യന്റെ വളർച്ചയ്ക്ക്, ആ മനുഷ്യന്റെ ബലത്തിന് എപ്പോഴും ദൈവത്തിന്റെ വചനം ആവശ്യമാണ്. ഇന്ന് രാത്രിയിലും മാറ്റമില്ലാത്ത വചനം, വള്ളിപുള്ളി മാറ്റം വരാത്ത വചനം, അതിന്റെ തനിമ നഷ്ടപ്പെടാതെ ആത്മാവിൻ ശക്തിയോടെ ശുശ്രൂഷിപ്പാൻ ഈ ലൈവിൽ ആയിരിക്കുന്നവർ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിവേഗം സഞ്ചരിക്കുന്ന ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രിയിലും ഭാരത്തോടായിരിക്കുന്നവർ, ായിരിക്കുന്നവർ, നിരാശയോടായിരിക്കുന്നവർ സന്തോഷിക്കുവാൻ മാത്രമല്ല ആ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ശക്തിയുള്ള ഉൾനട്ട ജീവന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവരുടെ മേൽ വെളിപ്പെടുത്തുവാൻ ശക്തരായവർ അവന്റെ മുഴു സാന്നിധ്യവുമാണ് നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ തിരുവചനത്തിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: തൻ്റെ വചനം എങ്ങനെ നിറവേറ്റാമെന്ന് ആമേൻ ദൈവത്തിനറിയാം. ആമേൻ അവനറിയാം. ഹല്ലേലൂയ. ഈ വചനമായ ദൈവത്തിനറിയാം ആ വചനം എങ്ങനെ നിറവേറ്റണമെന്ന്. അങ്ങനെയെങ്കിൽ കാലാകാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന അതേ വചനം അത് നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ ഇന്നലകളിൽ നിറവേറിയ വചനം, ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുന്ന വചനം, ഇനിയും നിറവേറുവാനുള്ള വചനം. ഇന്ന് രാത്രി കേൾക്കുന്ന ശ്രോതാവേ, ഇന്നലകളിൽ നീ കേട്ട വചനം നിറവേറാനുണ്ടെങ്കിൽ അതെ ഇനി അധികം വൈകാതെ അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോവുകയാണ്. അല്ല, ഇന്ന് രാത്രിയ നിന്റെ ജീവിതത്തിൽ നിന്നോടുള്ള ദൈവത്തിന്റെ വചനം നീ കേൾക്കുവാൻ പോകുന്നതെങ്കിൽ ഇന്ന് വരെ നീ അനുഭവിക്കാത്ത സൗഖ്യം, വിടുതൽ, സമാധാനം, ഹല്ലേലൂയ, ഉയർച്ച, ഹല്ലേലൂയ നീ പ്രാപിക്കുവാൻ പോകുകയാ. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവ വചനത്തിന്റെ ശ്രോതാവേ, ഹല്ലേലൂയ, ആ വചനമായവൻ ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത യേശു ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ അതെ നൽകപ്പെട്ട ഹല്ലേലൂയ ഏകനാമം യേശു എന്ന നാമം. ആമേൻ. സ്വർലോകരുടെ അധോലോകരുടെ ആമേൻ ഭൂലോകരുടെ മുഴങ്കാലുകളെല്ലാം മടങ്ങുന്ന നാമം യേശു എന്ന നാമം. ഹല്ലേലൂയ. ആ നാമത്തെ വിശ്വസിച്ചവർ, ആ നാമത്തെ വിളിച്ചവർ, ആ നാമത്തെ തൊട്ടവർ, ആ നാമത്തെ അറിഞ്ഞവർ വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും ആ നാമത്തെ കേൾക്കുവാൻ അവസരം നൽകിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എത്ര കേട്ടാലും മടുപ്പ് ഉളവാകാത്ത നാമം യേശുവിന്റെ നാമമാണ്. ഹല്ലേലൂയ. കേൾക്കുന്നവരും ആമേൻ വിടുതൽ, ആമേൻ സൗഖ്യം, സമാധാനം, സന്തോഷം പ്രാപിക്കുവാൻ കഴിയുന്ന ഏക നാമം യേശു എന്ന നാമം. ഹല്ലേലൂയ. ക്രൂശിന്റെ വചനം ആമേൻ നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും
വിശ്വസിക്കുന്നവർക്ക് അത് ദൈവ ശക്തിയുമാകുന്നുവല്ലോ. ഇന്ന് രാത്രി ആമേൻ, ആരുമായിക്കൊള്ളട്ടെ, നീ കേൾക്കുന്ന വചനം യേശുവിന്റെ വചനമാകയാൽ ആമേൻ, ഇന്ന് രാത്രി കാഴ്ചക്കാരെ പോലെ ഇരിക്കാതെ, കേൾവിക്കാരെ പോലെ ഇരിക്കാതെ, നീ കരമടിത്ത് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ സ്തുതികളിലെ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി ഹല്ലേലൂയ നിന്റെ അരികിൽ ഇറങ്ങി വന്ന് നിന്റെ കഷ്ടതയിൽ തകർന്നു പോകുവാൻ അനുവദിക്കാതെ, നിന്റെ കണ്ണുനീരിൽ കൈവിടാതെ, നിന്റെ അരികിൽ വന്ന് നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിന്റെ കരം പിടിച്ച് ഉയർത്തുവാൻ ശക്തനായവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാ. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട് അന്യഭാഷകളിൽ ആൽപ്പിക്കാൻ സമയം ആദരങ്ങളെ തുറന്ന് നന്ദിയോട് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷങ്ങൾ നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. അവരുടെ രക്തത്തെ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നീതിമാന്മാരായ ദൈവസഭയുടെ അംഗങ്ങളായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, നമ്മുടെ വീട്ടിൽ ഹല്ലേലൂയ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷങ്ങളുണ്ട്. പരാജയത്തിന്റെ ആമേൻ, അതെ, കണ്ണുനീരല്ല, പരാജയത്തിന്റെ നിലവിളിയല്ല, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷങ്ങൾ. ഹല്ലേലൂയ. നിന്നെ നാളിതുവരെ പരാജയത്തിലേക്ക് ആമേൻ തള്ളിയിട്ട് നാശത്തിലേക്ക് വലിച്ചിഴച്ച് നിന്നെയും നിന്റെ തലമുറയെയും നിന്റെ സംരംഭങ്ങളെയും നിന്റേതായ ഭാവിയെയും ആമേൻ തകർക്കുവാൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ട പിശാചിന്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ ഉലകത്തിൽ ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശു എന്ന നാമമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആ നാമത്തെ ഉയർത്തുന്നതിൽ സന്തോഷമുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ ആമേൻ ചിന്തയ്ക്കായി ഹല്ലേലൂയ എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം ആമേൻ വായിച്ച് ദൈവവചന ശുശ്രൂഷയ്ക്കായി സമയങ്ങളെ വേർതിരിക്കുക. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം അതിന്റെ 26 വാക്യം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ആമേൻ. എന്താ പഴയ ഹൃദയം പോലെ? ആ പഴയ ഹൃദയം, ആ ദുഷ്ടഹൃദയം, ഹല്ലേലൂയ, ആ കുശുമ്പും അസൂയയും പുന്നായ്മയുള്ള ഹൃദയം മതിയോ? ഹല്ലേലൂയ. അതെ, ആ യോസേഫിന്റെ സഹോദരങ്ങളുടെ ഹൃദയമേ, ദർശനമുള്ള, ദൈവവുമായി അഭേദ്യ ബന്ധമുള്ള, ഹല്ലേലൂയ, യോസേഫിനെ കാണുമ്പോൾ യോസേഫിന്റെ ആമേൻ സഹോദരന്മാർക്ക് ഹല്ലേലൂയ അവനോട് എന്ത് തോന്നി? അസൂയ തോന്നി. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഹൃദയമാണോ? ഹല്ലേലൂയ. ആമേൻ. അയൽക്കാരനെ അല്ല, സ്വന്തം ഭാര്യയെ ആമേൻ അതെ സ്നേഹിക്കണം. എങ്ങനെ? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. അങ്ങനെ സ്നേഹിക്കുവാൻ കഴിയാത്തൊരു ഹൃദയം വേണോ? ഹല്ലേലൂയ. അതെ, ഒരു പ്രവചനമാകട്ടോ. ഇസ്രായേലിന്റെ ഹൃദയത്തെ നന്നായി അറിയുന്ന ദൈവം പറയുക, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ആമേൻ. ഹൃദയം മാത്രമല്ലെന്നേ, അകത്ത് പുതിയൊരു ആത്മാവിനെ ആക്കുമെന്ന്. ഹല്ലേലൂയ. ആ ദുരാത്മാവ് കൊണ്ട് നടക്കുന്നത് കൊണ്ടാ ആ വീട്ടിനകത്ത് ചില അലോഹ്യങ്ങളും ചില വഴക്കുകളും ചില കണ്ണുനീരും ചില ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ആ ദുഷ്ട ഹൃദയം മാറ്റിയിട്ട് ആമേൻ മാംസളമായ ഒരു നല്ല ഹൃദയം. ഹല്ലേലൂയ. ആ ദുരാത്മാവിനെ, ആ അശുദ്ധാത്മാവിനെ നീക്കിയിട്ട് ഒരു പരിശുദ്ധാത്മാവിനെ നിന്റെ അകത്ത് ആക്കും. അത് കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി. ഈ ജഡത്തിനകത്തുള്ള ഹൃദയം എങ്ങനെയാ? കല്ല. ആമേൻ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ചില ആമേൻ വ്യക്തി ജീവിതങ്ങളെ ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം ആമേൻ പണിയുവാൻ പോകുകയാണ്, ഉടയ്ക്കുവാൻ പോകുകയാണ്. ആമേൻ. കല്ല് പോലുള്ള ഹൃദയത്തെ ഉടച്ച് മാംസളമായ ഒരു പുതിയ ഹൃദയം നിന്റെ അകത്ത് ദൈവം അത് സൃഷ്ടിക്കുവാൻ പോകുകയാണ്. കാരണം അവൻ സൃഷ്ടാവാം ദൈവമാ. എന്റെ ജനമെന്ന് പറയുന്ന ജനത്തിന്റെ ഹൃദയത്തെ ദൈവം നോക്കുമ്പോൾ ഹൃദയം കല്ലായിരിക്കുകയാ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന
ജീവിക്കുവാൻ അതെ വിളിക്കപ്പെട്ട ദൈവജനത്തിന്റെ ഹൃദയത്തിന്റെ നിലവാരത്തെ ഇന്ന് രാത്രി സ്വർഗം കണ്ട അവൻ നിന്നിലുള്ള ദുഷ്ടതയെ പുറത്താക്കി നിന്നിലൂടെ ഒരു ആത്മീയ സ്വഭാവം വെളിപ്പെട്ട് വരത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ ഇന്ന് രാത്രി നിന്റെ തലമുറയിൽ നിന്റെ കൂടപ്പറപ്പിൽ നിന്റെ ദേശത്ത് വെളിപ്പെടുത്തുക ദൈവം ശക്തനെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ കരപടിച്ച് കർത്താവിന് മകത്വം കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്ത് ഒരു മനുഷ്യനെ കൊണ്ട് കഴിയാത്ത കാര്യമാണ് ഇന്ന് രാത്രി എന്റെ ദൈവം ചെയ്യാൻ പോകുന്നത്. നീ പഠിച്ച പടി 18 ശ്രമിച്ചില്ലേ? നിന്റെ മകനെ ഒന്ന് നേരെയാക്കാൻ, അല്ല നിന്റെ കൂടപ്പറപ്പിനെ ഒന്ന് നേരെയാക്കാൻ, അല്ല നിന്റെ അയൽപക്കത്തുള്ളവനെ, അല്ല നിന്റെ രാജ്യത്തുള്ളവനെ. നിന്നെ കൊണ്ട് ഒക്കത്തില്ലെന്ന്, എന്നെ കൊണ്ട് ഒക്കത്തില്ലെന്ന്, ഉലകത്തിൽ ആരെ കൊണ്ട് ഒക്കത്തില്ലെന്ന്. അതുകൊണ്ട് ദുഷ്ട ഹൃദയത്തിന് ഉടമയായവരെ നല്ല ഹൃദയത്തിന് ഉടമയാക്കുവാൻ കഴിയുന്ന ഒരുവനെ ഉലകത്തിൽ ജനിച്ചിട്ടുള്ളൂ. അത് 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി കന്യ മറിയത്തിലൂടെ ജനിച്ച യേശു ക്രിസ്തുവ. കന്യ മറിയം കന്യകയായിരുന്നു കേട്ടോ. എന്നാൽ യേശു ജനിച്ചു കഴിഞ്ഞപ്പോ കന്യകത്വം നഷ്ടപ്പെട്ടു. അതെ പോരാഞ്ഞിട്ട് അതെ സഹോദരന്മാരും അതെ മറിയയുടെ ഭർത്താവായ യോസഫിലൂടെ ഉണ്ടായി. അതുകൊണ്ട് മറിയ ഇന്ന് കന്യകയല്ല, കന്യകയായിരുന്നു കേട്ടോ. ഇന്ന് രാത്രി സത്യം അറിയുന്നവൻ സ്വതന്ത്രരാകുകയാ. വചനമായി സൗഖ്യമാക്കുന്നവൻ വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി കൊണ്ട് കല്ലുപോലുള്ള ഹൃദയങ്ങളെ മാംസളമാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കാലം ഇന്ന് രാത്രി ചില കുടുംബങ്ങളിൽ, ചില തലമുറകളിൽ, ചില വ്യക്തികളിൽ വെളിപ്പെട്ടു വരുന്ന രാത്രി എന്ന് പറഞ്ഞ ഇന്ന് രാത്രി എത്ര പേർ പറഞ്ഞ് കരപരിച്ച് കൊടുക്കും. അതേ മാതാവേ, അതേ കല്ല് പോലുള്ള നിന്റെ മകന്റെ ഹൃദയം കൊണ്ട് നീ വേദനിക്കുന്നില്ലേ? അവന്റെ കൈ വളരുന്നു, കാല് വളരുന്നു. അവൻ വളർന്നു കഴിയുമ്പോ എനിക്ക് ആശ്വാസമാകുമെന്ന് ചിന്തിച്ച് നീ നെടുവേർപ്പെടുന്നില്ലേ? കല്ല് പോലുള്ള ഹൃദയത്തെ ആ ക്രൂരനായ മനുഷ്യനെ അതേ മനസ്സലിവുള്ള, ദയയുള്ള, അലിവുള്ള മനുഷ്യനാക്കി മാറ്റുവാൻ, അവന്റെ ഹൃദയത്തെ മാംസളമാക്കുവാൻ, അവന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഉലകത്തിൽ ഒരുവനെ കഴിയത്തുള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവിനാണ്. ഇന്ന് രാത്രി ആ യേശുവിന്റെ വാദന നിന്റെ കാതിൽ നീ കേൾക്കുവാൻ ദൈവം അവസരം ഒരുക്കിയത് നിന്റെ കണ്ണുനീരിന് വിരാമമിടുവാനാ, നിന്റെ പരാജയത്തെ വിജയമാക്കുവാനാ, നിന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് നിന്നെ കൈപിടിച്ചുയർത്തുവാനാ ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ഹല്ലേലൂയ. പഴയ ഹൃദയം പോരാ കേട്ടോ. ആ പഴയ ഹൃദയമായാൽ കയ്പും വിദ്വേഷവും പകയും ഒക്കെയുള്ള ഹൃദയം അത് വേണ്ടെന്നേ. അതങ്ങ് കളയാൻ ഒക്കുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും അത് കുടി നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. എത്ര ശ്രമിച്ചിട്ടും ആ വലി നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. എത്ര ശ്രമിച്ചിട്ടും ആ വേണ്ടാത്ത സ്വഭാവം അതെ ആ കൊള്ളാത്ത സ്വഭാവം നീക്കണമെന്നുണ്ട്. ആരോ അത് വിടാതെ കണ്ട് ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ പൈശാചിക മണ്ഡലത്തിൽ നിന്ന് നിന്നെ വിടുവിച്ച് ഒരു നല്ല ഹൃദയത്തിന് ഉടമയാക്കുവാൻ ശക്തനായവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ. അതെ കർത്താവ് പറയുക, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ഹല്ലേലൂയ. ഇവിടുത്തെ ഒരു മനുഷ്യനല്ല പറയുന്നത്. ഹല്ലേലൂയ. ഇവിടുത്തെ ഒരു നേതാവല്ല പറയുന്നത്. അഖിലാണ്ടത്തിൽ സൃഷ്ടിച്ച സിട്ടാവാം ദൈവമാ പറയുന്നത്. ആരിലൂടെയാ പറഞ്ഞത്? നമ്മെ പോലെ ഈ ഭൂമിയിൽ ജനിച്ച് വളർന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ പേരാ എസ്കേൽ. ഹല്ലേലൂയ. അഭിഷക്തരെ നിന്നെ ദൈവം ഉപയോഗിക്കും കേട്ടോ. മാതാവേ നിന്നെ ദൈവം ഉപയോഗിക്കും കേട്ടോ. ചിലർക്ക് നല്ലൊരു ഹൃദയം ഉണ്ടാകാനായിട്ട് നിന്നെ ദൈവം ഉപയോഗിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. കൊള്ളത്തില്ലെന്ന് പറഞ്ഞില്ലേ? കൊള്ളൂല്ല. ഹല്ലേലൂയ. എസ്കേൽ എന്ന് പറയുന്ന പ്രവാചകനെ ദൈവം ഉപയോഗിച്ചു. ആരുടെ മധ്യത്തിൽ? ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിന്റെ മധ്യത്തിൽ. അതേ സഹോദര, അതേ സഹോദരി, ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ പോകുകയാ. ദൈവത്തിന്റെ അതേ മക്കളുടെ ഇടയിൽ ദൈവം നിന്നെ ഉപയോഗിക്കും. ഹല്ലേലൂയ. ദൈവം സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങളുടെ ഇടയിൽ ദൈവം നിന്നെ ഉപയോഗിക്കും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? അതെ, ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. ദൈവത്താൽ അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? ദൈവത്താൽ സകലതും സാധ്യമാണ്. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. ഹല്ലേലൂയ. ദൈവത്താൽ സകലതും സാധ്യമാണ്. പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി. ഹല്ലേലൂയ. അതെ, ജഡ സ്വഭാവം
ഹല്ലേലൂയ. ഈ ജഡത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം പലപ്പോഴും ആമേൻ ഹൃദയം ആമേൻ അതെ കുരുടാകാറുണ്ട്. ഹൃദയം ആമേൻ അതെ കല്ലാകാറുണ്ട്. ഹൃദയം തകർക്കപ്പെടാറുണ്ട്. ഹല്ലേലൂയ. വേദനിക്കാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പറയുന്നു കല്ലായുള്ള ഹൃദയം. ഹല്ലേലൂയ. ആമേൻ. ഒരു പുതിയ ഹൃദയം സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഒരുവനെയുള്ളൂ, അത് സർവശക്തനായ ദൈവമാണ്. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതെ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേൻ ദൈവജനം പുതിയ നിയമ ഇസ്രായേലായി ജീവിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഇന്ന് രാത്രി ആമേൻ ദൈവത്തിന്റെ വചനം സൃഷ്ടിക്കുവാൻ ശക്തിയുള്ളതാ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ അധികാരമുള്ള ദൈവത്തിന്റെ വചനം. ആമേൻ. അവ എന്റെ ചട്ടങ്ങളിൽ നിന്ന് എന്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും. നോക്കണമേ, ഈ പുതിയ ഹൃദയം എന്തിനാ തരുന്നതെന്നറിയാമോ? ഹല്ലേലൂയ. കല്ലായുള്ള ഹൃദയം മാറ്റി മാംസളമായ ഹൃദയം എന്തിനാ തരുന്നതെന്നറിയാമോ? എന്റെ ചട്ടങ്ങളിൽ നടന്ന് എന്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിൽ ആക്കുകയും ചെയ്യും. ആമേൻ. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. ആമേൻ. അവരെനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായിരിക്കും. എന്തിനാ ഇങ്ങനൊരു ഹൃദയം? ആമേൻ. ഇസ്രായേലിന്റെ അകത്ത് സൃഷ്ടിക്കുന്നത് ഹല്ലേലൂയ. അവർ എനിക്ക് ജനമായും ആമേൻ ഞാൻ അവർക്ക് ദൈവമായിരിക്കാനാണ്. ഹല്ലേലൂയ. പുതിയ നിയമ വിശ്വാസികളെ ആമേൻ അതെ കർത്താവായ യേശു ക്രിസ്തു നിമിത്തം മാനസാന്തരപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുവാൻ കൃപ ലഭിച്ച, ഒന്നും കൂടെ പറഞ്ഞാൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ മാനസാന്തര പ്രസംഗം നടത്തി. ആ മാനസാന്തരത്തിൽ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് അവനെ അനുഗമിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം പ്രാപിക്കുവാൻ നിങ്ങൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. ദുഷ്ടഹൃദയത്തിന് ഉടമയായ ഭാവിയായ അധ്വാനുഭാരം പേറി നടക്കുന്ന വിവിധ നിലവാരത്തിൽ ജീവിച്ച ആമേൻ 12 പേർ അവനെ അനുഗമിക്കുവാൻ തക്കവണ്ണം ഇടയായി. അവർ നിമിത്തം വേർതിരിയപ്പെട്ട 120 പേരടങ്ങുന്ന സംഘം ഒരുമിച്ച് കൂടി അവനോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം പ്രാപിക്കുവാൻ ഏക മനസ്സോടെ ഇരുന്നപ്പോൾ യോവേൽ പ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ ദൈവം ആ യോവേൽ പ്രവാചകനിലൂടെ ആമേൻ ജനത്തോട് സംസാരിച്ച വചനത്തിന്റെ നിവൃത്തി ആമേൻ യേശു കർത്താവിന്റെ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന അവന്റെ വായിൽ നിന്നും കേട്ട വചനത്തെ വിശ്വസിച്ച് കാത്തിരുന്ന ശിഷ്യന്മാരുടെ മേൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ആമേൻ അതെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി ഹല്ലേലൂയ ആമേൻ 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ആമേൻ എസ്കേൽ പ്രവാചകനിലൂടെ ആമേൻ യോവേൽ പ്രവാചകനിലൂടെ ആമേൻ കേൾപ്പിച്ച ആ വചനത്തിന്റെ നിവൃത്തി ഹല്ലേലൂയ പുതിയ നിയമ ഇസ്രായേലായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ആമേൻ ദൈവജനത്തിലൂടെ അത് നിറവേറുവാൻ തക്കവണ്ണം ഇടയായി. ഇന്നും അത് നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആമേൻ അതെ മദ്യപിക്കുന്ന ദുശീലങ്ങളിലുള്ള ആമേൻ അതെ വെടക്ക് സ്വഭാവമുള്ള കൊള്ളരുതാത്ത ആമേൻ പ്രവർത്തികൾ ചെയ്യുന്ന ഹൃദയത്തെ മാറ്റിയിട്ട് നല്ല ഹൃദയം ഉണ്ടാക്കുവാൻ ഉലകത്തിൽ ആർക്കും കഴിയാതിരിക്കുമ്പോൾ നിന്റെ തലമുറയുടെ നിന്റെ കൂടപ്പറപ്പിന്റെ ആമേൻ നിന്റെ പ്രിയപ്പെട്ടവരുടെ ദുശീലങ്ങളെ പൂർണ്ണമായി നീക്കി നല്ല സ്വഭാവത്തിനുടമയാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരുവനെ ഉലകത്തിൽ ജനിച്ചിട്ടുള്ളൂ. അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. ഹല്ലേലൂയ. ആമേൻ. യേശു ഈ ഭൂമിയിൽ ആമേൻ വന്നു. ആമേൻ അതെ മാനസാന്തര പ്രസംഗം നടത്തി. ഹല്ലേലൂയ. ആ പ്രസംഗം കേട്ട് അവനെ അനുഗമിച്ചവരുടെ ഹൃദയത്തെ ആമേൻ അതെ നീക്കി ആമേൻ പുതിയൊരു ഹൃദയം കൊടുത്തു. ആമേൻ അവരുടെ ഉള്ളിൽ ആത്മാവിനെ എന്ത് ചെയ്തു?
പകർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ വചനം കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ള ഉൾനട്ട വചനം ആമേൻ ഇന്ന് രാത്രി ചില കുടുംബങ്ങളെ, ചില വ്യക്തികളെ സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, ആനന്ദത്തിലേക്ക്, സൗഖ്യത്തിലേക്ക് നയിക്കുവാൻ ഉതകുന്ന വചനമാ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. യോവേൽ പ്രവാചകന്റെ പുസ്തകം ആമേൻ 2-ാം അധ്യായം അതിന്റെ 28, 29 വാക്യങ്ങളിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ. അതെ, ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പുതിയ നിയമ ഇസ്രായേലായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ആമേൻ. നിങ്ങൾ കൂടി വരുമ്പോൾ ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം. തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുമെന്ന് വിശ്വസിക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഏത് രാജ്യത്തും ആയിക്കോട്ടെ, ഈ ലൈവിലൂടെ നാം ഒരുമിച്ച് ആയിരിക്കുമ്പോൾ നമ്മുടെ നടുവിൽ അവന്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് രാത്രി നീ ആയിരിക്കുന്നത് വൃഥാവാകത്തില്ല. ആമേൻ. നിന്റെ വിഷയത്തിന്മേൽ ദൈവം മറുപടി അയക്കുവാൻ പോകുകയാ. നിന്റെ കണ്ണീരിനെ തുടയ്ക്കുവാൻ പോകുകയാ. നീ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നോട് ഇടപെടുവാൻ പോകുകയാ. നിന്നോട് ആമേൻ അരുളി ചെയ്ത ആ വാഗ്ദത്തത്തെ ഇന്ന് രാത്രി ഓർപ്പിച്ചുണർത്താൻ പോകുകയാ. അല്ല, ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നിനക്ക് മറുപടി തരുവാൻ പോകുക. ചില രോഗികൾ സൗഖ്യമാകുവാൻ പോകുക. ചില പാപികൾ മനം തിരിയുവാൻ പോകുക. ആമേൻ. ചിലരുടെ ജീവിതത്തിൽ ചില പ്രമോഷനുകൾ, ചില ഉയർച്ചകൾ, ചില വിശാലതകൾ ആമേൻ ദൈവം ഇന്ന് രാത്രി അയക്കുവാൻ പോകുക. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം കേൾക്കുന്നവർ കാഴ്ചക്കാരെ പോലെ ഇരിക്കരുത്. വിശ്വസിക്കുന്നവർക്ക് അവന്റെ മഹത്വം കാണുവാൻ കഴിയും. ഹല്ലേലൂയ. നാളുകളായി നീ കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അതേ ദിവസങ്ങളായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ എൻ്റെ യേശു വന്ന് അവരുടെ ആ വിഷയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആമേൻ അവർ കരഞ്ഞത് വൃഥാവായില്ല. മഹത്വമായവൻ ആമേൻ അതെ വന്ന് മഹത്വം വെളിപ്പെടുത്തി. അങ്ങനെയെങ്കിൽ ഇന്നലെ രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, ഇന്നലകളിൽ നീ ഒഴുക്കിയ കണ്ണുനീര്, ഇന്നലകളിൽ നീ കാത്തിരുന്നത് വൃഥാവാകത്തില്ല. ഇത് ഇന്ന് നിന്റെ രാത്രിയാ, ഇത് നിന്റെ സമയമാ. അതെ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം അതെ വെളിപ്പെടുത്തുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ആമേൻ. അതെ, ആ മാളിക മുറിക്കകത്ത് അവർ ഒരുമനപ്പെട്ട് മുഴങ്കാൽ മടക്കി കാത്തിരുന്നത് വൃഥാവായില്ലെന്ന്. അവരെന്തിനു വേണ്ടി കാത്തിരുന്നുവോ അത് അവരുടെ മേൽ ചലിച്ചെന്ന്, അത് അവരുടെ മേൽ പകർന്നെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നീ വ്യക്തിയാണ്. ആരെയാണ് കാത്തിരിക്കുന്നത്? ആരെയാണ് നീ വെയിറ്റിരിക്കുന്നത്? നീ കേട്ട വചനത്തിന്റെ മറുപടിക്കാൻ, നീ കേട്ട വാഗ്ദത്തത്തിന്റെ മറുപടിക്കാണോ നീ വെയിറ്റ് ചെയ്യുന്നത്? അങ്ങനെയെങ്കിൽ അത് പാഴ്വാക്കല്ല. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, അത് നിവർത്തിപ്പാൻ അവൻ ശക്തൻ. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനത്തിന്റെ അതേ വക്താവായി നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയ ദൈവം എന്നോട് കേൾപ്പിച്ച വചനത്തിന്റെ നിവൃത്തിയാണ് ഈ ദിവസങ്ങളിൽ ഞാനിങ്ങനെ നിൽക്കുന്നത്. എന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ എന്നോട് അവൻ പറഞ്ഞിരിക്കുന്ന വചനം അതെ നിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഉറപ്പ്, ആ ധൈര്യം എനിക്കുള്ളത് കൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ വചനം ഇത്ര ശക്തമായി, ഇത്ര ആത്മനിറവോടെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഇസ്രായേലിന്റെ നടുവിൽ ഉണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റ് ഒരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. ഹല്ലേലൂയ. ആമേൻ. ഒരു ദൈവം വേറെ ഇല്ല എന്ന് അറിയത്തക്ക വിധത്തിൽ ആമേൻ നടുവിൽ ആയിരിക്കുന്നത് യേശു ജീവിക്കുന്ന ദൈവമെന്ന് അറിയത്തക്ക വിധത്തിൽ അതെ പ്രവർത്തിക്കുവാൻ ശക്തനായവൻ ഇന്ന് രാത്രി 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നത് ആമേൻ ആത്മോസിന്റെ ഏകാന്തതയിൽ കടന്ന് യോഹന്നാൻ കണ്ടതുപോലെ കേട്ടതുപോലെ ഇന്ന് രാത്രി അവന്റെ ശബ്ദം കേൾക്കുവാൻ, അവന്റെ സ്വരം കേൾക്കുവാൻ, അവനെ കാണുവാൻ ഇടയാകത്തക്ക വിധത്തിൽ, അവന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ അവൻ നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ.
മാത്രമല്ല എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. ആമേൻ. നാം അവൻ്റെതായി മാറിയാൽ ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. ഇന്ന് പകലിലും അനേകര് ലജ്ജിച്ച് ആമേൻ അത് നിരാശപ്പെട്ട് ഒതുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ലജ്ജിക്കാതെ കണ്ട് ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ തന്റെ വചനത്തിന്റെ ശക്തി അത് കേൾക്കുന്ന അത് വിശ്വസിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ അയക്കുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി സമയപരിധിയില്ലാതെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി നീ ആയിരിക്കുന്നിടത്ത് വന്ന് നിന്നെ രക്ഷിപ്പിക്കുവാൻ ശത്രുവായവൻ ഒരുക്കി വെച്ചിരിക്കുന്ന പദ്ധതിയെ തകർത്ത് അവങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശമായി തീർന്നതുപോലെ ഹല്ലേലൂയ അതെ നീ ലജ്ജിക്കുവാൻ അനുവദിക്കാത്ത ദൈവം. അതേ സഹോദര, നിന്നോട് തന്നെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അടുത്ത ദിവസം നീ ലജ്ജിക്കുവാൻ കളം ഒരുക്കി വെച്ച് കെണി ഒരുക്കി വെച്ച് അതിനകത്ത് നീ തകരുന്നത് കാണുവാൻ നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ നീ ലജ്ജിക്കുകയല്ല, നീ മാനിക്കപ്പെടാൻ പോകുക, നീ ആദരിക്കപ്പെടുവാൻ പോകുക, നീ സന്തോഷിക്കുവാൻ പോകുക. അതേ മാതാവേ, നിന്റെ മകളുടെ വിഷയത്തിൽ നീ കരഞ്ഞുകൊണ്ടിരിക്കുകയാ, ഇല്ലെന്നേ നീ ലജ്ജിക്കത്തില്ല. അതിനകത്ത് അതെ ഈ ലോകത്തിൽ ആരുമല്ല നിനക്ക് സമാധാനം നൽകാൻ പോകുന്നത്, സന്തോഷം നൽകുവാൻ പോകുന്നത്. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവം ഇന്ന് രാത്രി നിന്റെ ഭവനത്തിൽ ഉണ്ടോ? അതെ, കാനാവിലെ കല്യാണ വീട്ടില് യേശുവിനെ വിളിച്ചത്, ആ കല്യാണ വീട്ടിൽ യേശുവിനെ ക്ഷണിച്ചത്, അവരുടെ നടുവിൽ യേശു ഉണ്ടായിരുന്നത് ലജ്ജാകരമായ ഒരവസ്ഥ നീങ്ങിപ്പോകുവാനിടയായി. ഇന്ന് രാത്രി കാര്യം മനസ്സിലായവർ ഒരാമേൻ കമന്റ് ഇട്ട് കരമടിച്ച് കർത്താവിന് മഹത്വം എടുക്കുക. നിന്റെ ജീവിതത്തിൽ യേശുവിനെ നീ ക്ഷണിച്ചത്, നിന്റെ കുടുംബത്തിന് യേശുവിനെ നീ സ്വീകരിച്ചത്, വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ നീ യേശുവിനെ സ്വീകരിച്ചത്, ഒരിക്കലും നീ പരാജയപ്പെടാത്ത വിധത്തിൽ ലജ്ജിക്കപ്പെടാത്ത വിധത്തിൽ നിനക്ക് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയാകും. കാരണം അതേ കുടുംബത്തിലെ എല്ലാവരും വിളിച്ചു കൂട്ടി അവിടെ ആകെ നിരാശപ്പെടേണ്ട സാഹചര്യം വന്നപ്പോ എൻ്റെ യേശു പിശാചിന് വിട്ടുകൊടുത്തില്ലെന്ന്, അവിടെ ലജ്ജ വരുത്താൻ അനുവദിച്ചില്ലെന്ന്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കൂടപ്പറപ്പ്, നീ ചില വിഷയത്തിൽ ലജ്ജിച്ചു പോകുമെന്ന് ഭയപ്പെട്ടിരിക്കുകയല്ലേ? നാട്ടുകാരുടെ മുമ്പിൽ, കൂട്ടുകാരുടെ മുമ്പിൽ, ദേശക്കാരുടെ മുമ്പിൽ ഇന്നലകളിൽ ശത്രു ഒരുക്കിയ കെണിക്കകത്ത് അകപ്പെട്ട് അത് കടഭാരമാകാം, അത് നാശമാകാം, അത് തകർച്ചയാകാം, അത് കുടുംബ ബന്ധമാകാം. അതേ മാതാവേ, അന്ന് നീ ചിന്തിച്ചതാ അത് വേണ്ടെന്ന്, അയ്യോ മകളെ അങ്ങനെ അയക്കേണ്ടത് ഒക്കെ ശരിയാ. എന്നാൽ ഇന്ന് രാത്രി അതിനെയെല്ലാം രൂപാന്തരപ്പെടുത്തി ഒരു മാംസളമായ ഹൃദയം നൽകി. അതേ മാതാവേ, ആ മദ്യപിക്കുന്ന നിന്റെ മകന്റെ ഹൃദയത്തെ, ആ കഠിന ഹൃദയത്തെ മാംസളമുള്ള ഹൃദയമാക്കി അകത്താത്മാവിനെ പകരുവാൻ ഉലകത്തിൽ ആർക്കും കഴിയാതിരിക്കുമ്പോ ഉലകത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശു അതിന് മതിയായവരാണ്. ഹല്ലേലൂയ. ഒരു പക്ഷേ ഡിഅഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി നോക്കി, മദ്യപാനം മാറിക്കിട്ടുമെന്ന്. മാറിയില്ലല്ലേ? ഇന്ന് രാത്രി നീ സങ്കടപ്പെടേണ്ട. ഭർത്താവിന്റെ മദ്യപാനമാണോ? തലമുറകളുടെ ദുഷ്ട ജീവിത ദുഷ്ട കൂട്ടുകെട്ടിൽ അകപ്പെട്ട് അതാണോ നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുന്നത്? നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു നല്ല ദൈവമുണ്ട്. മടുത്തു പോകരുത്. ചില വിഷയങ്ങൾക്ക് വേണ്ടി നീ മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുന്നുണ്ടോ? വെയിറ്റ് ചെയ്യുന്നുണ്ടോ? കാത്തിരിക്കുന്നുണ്ടോ? നീ സന്തോഷിക്കാൻ പോകുക, നീ ലജ്ജിക്കത്തില്ല. കാരണം വചനം പറയുന്നു, ഇസ്രായേലിന്റെ നടുവിലുണ്ട്. അവൻ പറയുന്നു, ഞാൻ നിങ്ങളുടെ ദൈവം യഹോവ, മറ്റൊരുത്തനുമില്ല, നിങ്ങൾ അറിയും എന്ന് നിങ്ങൾ അറിയാൻ പോകുക. നിങ്ങളുടെ നടുവിലുള്ള യേശു ജീവിക്കുന്ന ദൈവമെന്ന്. മാർത്തയുടെ മറിയുടെ ഭവനത്തിൽ കണ്ണുനീര് കണ്ട് യഹൂദന്മാർ വന്ന് കയ്യിൽ കല്ലുമായി നിൽക്കുകയാ. കണ്ടോ? അവൻ വന്നില്ലല്ലോ. എന്നാൽ ഇതാ കളിയാക്കുന്നവരുടെ മുമ്പിൽ, വിരൽ ചൂണ്ടുന്നവരുടെ മുമ്പിൽ കരയുന്ന സഹോദരിമാരെ മറന്നുപോയ യേശുവിനെ അല്ല കാണുവാൻ കഴിയുന്നത്. യേശു വിളിക്കുകയാണ്. യേശു വിളിക്കുന്നിടത്ത് സഹോദരി എഴുന്നേറ്റോടി വിശ്വസിച്ചാൽ, യെസ് ഹല്ലേലൂയ, ഇന്ന് രാത്രി നിന്നെ വിരൽ ചൂണ്ടി നിന്നെ കല്ലെറിയുവാൻ നോക്കി നിൽക്കുന്ന, പുച്ഛിക്കുന്ന, പകയ്ക്കുന്നവരുടെ മുമ്പിൽ നീ യേശുവിന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. യേശു നിന്നെ വിളിക്കുക. എന്തിനാണെന്നറിയാമോ? നിന്നെ ലജ്ജിപ്പിക്കുവാൻ, നിന്നെ കരയിപ്പിക്കുവാൻ നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ നിന്റെ വിഷയത്തിന് മറുപടി നൽകി നിന്നെ മാനിക്കാനാ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ മഹത്വം
കാണാൻ പോകുകയാ. ആമേൻ. വചനം പറയുന്നു, ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഒറ്റ വ്യവസ്ഥ, മോശേ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് മാറ്റും. ആമേൻ. ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ യേശു ഉണ്ടോ? ആമേൻ. യേശു ഇല്ലെങ്കിൽ യേശുവിനെ വിളിക്കണം. ഹല്ലേലൂയ. ആമേൻ. യേശു വിശുദ്ധി, ആമേൻ, വിശുദ്ധി ഉണ്ടെങ്കിലേ യേശു വരത്തുള്ളൂ. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ കൂടെ പോകരുതേ, പാപികളുടെ വഴിയിൽ പരിഹാസികൾ ഇത് പോകണ്ട. ഇന്ന് വീട്ടിലുണ്ടല്ലോ. ആമേൻ. വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം അത് 24 മണിക്കൂർ മാറി മാറി ചാനലിന്റെ മുമ്പിൽ ഇരുന്നാൽ യേശു പ്രവർത്തിക്കത്തില്ല. ആമേൻ. ആ ദുഷ്ട ഹൃദയമൊക്കെ മാറ്റിവെക്കുക. ആമേൻ. ഞാൻ സമയം പോകുന്നത് കൊണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല. ആമേൻ. അത് ഇഷ്ടപ്പെട്ടതിന്റെ കൂടെ ഇരുന്ന് സമയം ചെലവഴിക്കുകയല്ലേ. ആമേൻ. മാറി 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 അല്ല, മണിക്കൂറുകൾ എത്ര കണ്ടാലും ബോറടിക്കുമ്പോൾ അടുത്ത മാറ്റി മാറ്റി കാണുന്ന ആ ദുഷ്ട ഹൃദയം മാറ്റിയിട്ട് ഒരു നല്ല ഹൃദയം, ആമേൻ, നൽകുവാൻ ശക്തനായവൻ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ആമേൻ. അതെ, ആത്മഭാരമുണ്ടെങ്കിൽ ആമേൻ കണ്ണുകളടച്ച് മുഴുവനാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ദർശനങ്ങൾ, വെളിപ്പാടുകൾ, അരുളപ്പാടുകൾ ആമേൻ നിന്റെ മേൽ പകരുന്ന, അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും ആത്മാവിനെ പകരുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരവടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ട് പാപത്തെ പച്ചവെള്ളം പോലെ കോരിക്കുടിച്ച് അനേകരെ നിത്യനാശത്തിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ ഒരാത്മാവ് മൂലകത്തെക്കാൾ വിലയുള്ളതാകിയ ആത്മഭാരമുള്ളവനായി മാറണമെങ്കിൽ ആമേൻ നിന്റെ ഹൃദയം ഒന്ന് ചേഞ്ച് ആകണം. ഹല്ലേലൂയ. നിന്റെ ഹൃദയം ഒന്ന് ചേഞ്ച് ആകണം. ആമേൻ. നീ ആത്മാവിനാൽ നിറയപ്പെടണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ആത്മഭാരം ഉണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ ശേഷമോ ഹല്ലേലൂയ, ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. ഇതിന്റെ ശേഷം ഹല്ലേലൂയ. ആമേൻ. യഹോവ ആരെന്ന് അറിയണം. ഹല്ലേലൂയ. ആമേൻ. യഹോവ ആരെന്ന് അറിയാനാണ് ആമേൻ ചില കഷ്ടതയും ചില വേദനയും ചില ബുദ്ധിമുട്ടും ചില പ്രയാസവും ഒക്കെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നത്, വന്നു ഭവിക്കുന്നത്. ആമേൻ. നിന്റെ വേദനയും നിന്റെ കഷ്ടതയും നിന്റെ പ്രയാസവും നിന്റെ രോഗവും ഒക്കെ ആമേൻ ചികിത്സിക്കുവാനായിട്ട് നിന്റെ പണം കൊണ്ട് നീ പോകും. പക്ഷേ ആമേൻ എത്ര ചികിത്സിച്ചാലും അത് സൗഖ്യമാകാത്ത, എത്ര പരിഹരിച്ചാലും പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങൾ, നീറിപ്പോകുന്ന വ്യക്തി ജീവിതങ്ങൾ ആമേൻ ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ആമേൻ. ഞാൻ പറയട്ടെ, നിന്റെ പുകയുന്ന വിഷയത്തിനകത്ത് മറുപടി നൽകുവാൻ ഉലകത്തിൽ ആരുമില്ല എന്ന് നീ എപ്പോഴാണോ അറിയുന്നത്, അപ്പോഴാണ് ആമേൻ ഇതുപോലൊരു ദൈവം വേറെ ഇല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ആരും ജനിച്ചില്ല. എന്നാൽ ദൈവത്തെ അറിയുവാനുള്ള അവസരം ദൈവം അവർക്ക് കൊടുത്തപ്പോൾ അവർ അത് ആമേൻ അത് സ്വീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാത്രി ദൈവത്തെ ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ സ്നേഹിത, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ ലോകത്തിൽ വെളിപ്പെടുത്തുവാനാണ് യേശു വന്നത്. ഹല്ലേലൂയ. ഇതിനെ നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം. ആമേൻ. ഈ സത്യം വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ യേശുവിനെ വിശ്വസിച്ച് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ട 120 പേർ ആമേൻ അതെ കാത്തിരുന്നപ്പോ ആ കാത്തിരിപ്പ് വൃഥാവായില്ല. അവർ ഇരുന്ന ആ റൂം ആമേൻ ആ പരിശുദ്ധാത്മാവിനാൽ ആമേൻ നിറയുവാൻ, ആമേൻ ആ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ആമേൻ ചലിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാത്രിയിലും നീ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന വചനം ഒരു മനുഷ്യൻ്റെതല്ല, അത് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവത്തിൻ്റെതാ. നീ വിശ്വസിക്കുക. ഇന്ന് രാത്രി ചലിക്കാത്തതിനെ ചലിപ്പിക്കുവാൻ ശക്തിയുള്ള ഉയരത്തിൽ അഭിഷേകം നിന്റെ മേൽ. ആമേൻ. ഒന്നാമത് പുതിയൊരു ഹൃദയം. ആമേൻ. അശുദ്ധിയില്ലാത്ത വിശുദ്ധിയുള്ള ആമേൻ ഒരു ജീവിതത്തിന് ഉടമ. ആമേൻ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ആമേൻ ഇടപെടൽ ഈ വചനത്തിലൂടെ ആമേൻ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. അങ്ങനെ ഒരു പുതിയ ഹൃദയം ആമേൻ ഉണ്ടായാൽ മാത്രമേ ആത്മാവ് ചലിക്കത്തുള്ളൂ, ആത്മാവ് വരത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാർ. വിശ്വസിക്കുക. ഇന്ന് രാത്രി ആമേൻ തലമുറകളെ നോക്കി പറ, ഇല്ല പിശാചേ, എൻ്റെ തലമുറ
നിമിത്തം ഞാൻ ലജ്ജിക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. കെടുന്ന വീതത്താലല്ല, കെടാത്ത വീതത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്ന പുതിയ നിയമ വിശ്വാസിയായ എന്റെ തലമുറ പരാജയപ്പെടുവാൻ, ലജ്ജിക്കുവാൻ, അത് നിമിത്തം ഞാൻ കരയുവാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. കാരണം ഞാനൊരു പുതിയ അനുഭവത്തിൽ ജീവിക്കുവാൻ കൃപയാ ദൈവം എനിക്ക് അവസരം നൽകി. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, ആമേൻ, സ്നാനപ്പെട്ട ദൈവ പൈതലേ, നീ ഒരു പുതിയ ഹൃദയത്തിന് ഉടമയായി നിന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ്, ആമേൻ, അതെ, വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, അങ്ങനെ പുതിയ നിയമ വിശ്വാസിയായി ജീവിക്കുവാൻ കൃപ ലഭിച്ച, പുതിയ നിയമ ഇസ്രായേലായി ജീവിക്കുവാൻ കൃപ ലഭിച്ച, ആമേൻ, മാതാവേ, പിതാവേ, നിന്റെ പുത്രന്മാർ എന്ത് ചെയ്യാൻ പോവാ? ആമേൻ, അതെ, പുത്രന്മാരും പത്രന്മാരും പ്രവചിക്കും. ആത്മാവിൽ കണ്ടുകൊണ്ട് പറ, തലമുറയെ നോക്കി പറ, യേശുവിന്റെ നാമത്തിൽ എന്റെ തലമുറ തകർന്നു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. കാരണം ഞാനൊരു പുതിയ മനുഷ്യനായി മാറിയിരിക്കുകയാ. എനിക്കൊരു അധികാരം ദൈവം തന്നിട്ടുണ്ട്. പാപുകളെ, തേടുകളെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. ഈ അധികാരം തിരിച്ചറിയുന്നവർ ഇന്ന് രാത്രി തലമുറയെ നോക്കി പറ, ഇല്ല പിശാചേ, അവൻ അവര് പുതിയ ഒരു ഹൃദയ അവൻ സൃഷ്ടിക്കുവാൻ നൽകുന്ന കഴിയുന്നവർ എന്റെ കൂടെയുണ്ട്. അവരുടെ അകത്ത് ആത്മാവിനെ പകരുന്നവൻ എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഈ പ്രത്യാശയുള്ളവർ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ, ആമേൻ, നിങ്ങളുടെ വിരുദ്ധന്മാർ സ്വപ്നങ്ങളെ കാട്, നിങ്ങളുടെ യവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ഹല്ലേലൂയ. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. ഈ അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ അന്ത്യകാല അഭിഷേകം. സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. രാത്രി നീ വിശ്വസിക്കുക. ആ മർക്കോസിന്റെ മാളിക മുറിയിൽ ഇരുന്ന ആ 120 പേർ അടങ്ങുന്ന സംഘത്തിന്റെ ഇറങ്ങി വന്ന ആത്മാ സാന്നിധ്യം ഇന്ന് രാത്രി നിന്റെ പുത്രന്മാർ നശിച്ചു പോകാത്ത വിധത്തിൽ, നിന്റെ പുത്രിമാർ നശിച്ചു പോകാത്ത വിധത്തിൽ, നിന്റെ വൃദ്ധന്മാർ, നിന്റെ യവനക്കാർ കതന്നു പോകാത്ത വിധത്തിൽ, യവനക്കാർ ഇടറി വീഴും, ബാല്യക്കാർ ക്ഷീണിച്ചു പോകും. എങ്ങനെ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കത്തക്ക വിധത്തിൽ വിറകടിച്ചുയരുന്ന കവികന്മാരെ പോലെ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ജീവിതങ്ങളുടെ ദൈവാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുക. അച്ഛൻ കുമാരങ്ങളുടെ നടുവിൽ അവൻ നിന്ന പ്രവാചകൻ അവൻ അച്ഛനോട് കൽപ്പിച്ചപ്പോൾ അച്ഛി സൈന്യമായി എഴുന്നേറ്റ് വരുവാൻ ഉദകത്തക്ക വിധത്തിൽ ആത്മാവിനാൽ എഴുതപ്പെട്ട ആ വചനത്തിന്റെ ശക്തി വെച്ചവറ്റുപോയ അസ്ഥികളെ ഒന്നിപ്പിക്കുവാൻ ഇടയായിത്തീരുന്നത് പോലെ നിന്നിൽ നിന്ന് അകന്നുപോയ തലമുറകളെ, നിന്നിൽ നിന്ന് അകന്നുപോയ കൂടപ്പുറപ്പിനെ, നിന്നിൽ നിന്ന് മാറിപ്പോയ നിന്റെ ജീവിത പങ്കാളിയെ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ആമേൻ ചേർത്ത് ആമേൻ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം അനുവദിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ ഉൾനട്ട വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിന്റെ ഭവനത്തിൽ, നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ആ തകർന്നുകൊണ്ടിരിക്കുന്ന നിന്റെ കുടുംബ ജീവിതം, ആ ബിസിനസ്സില്ലേ, ആ ശുശ്രൂഷയില്ലേ, ആ മിനിസ്ട്രിയില്ലേ, നീ എത്ര ആഗ്രഹിച്ചിട്ടോ, നീ എത്ര കൊതിച്ചിട്ടോ, നീ ആഗ്രഹിക്കുന്നത് പോലെ മുന്നേറുവാൻ കഴിയാതെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തെ യേശു കാണുന്നു. ഇന്ന് രാത്രി പിശാച് നിന്നെ തകർക്കുവാൻ തക്കവണ്ണം പദ്ധതിയിട്ടിരിക്കുകയാ. അതെ പത്രോസേ, നിന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റിക്കളയുവാൻ ആലോചന ചോദിച്ചപ്പോ ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഇന്ന് രാത്രി ശത്രുവിന്റെ പദ്ധതിക്ക് നിന്നെ വിട്ടുകൊടുക്കാത്ത ഒരു നല്ല നാഥൻ അവന്റെ മുഴു സാന്നിധ്യമായി ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരപടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. അതേ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വസിക്കുക. ഹല്ലേലൂയ. അവിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ
കൂട്ടത്തിൽ എന്താ വിശ്വസിക്കേണ്ടത്? ആമേൻ, ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ആമേൻ. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 31. ആമേൻ. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളയും. ഹല്ലേലൂയ. ഇന്ന് പകലിലും ലംഘിച്ചിട്ടുണ്ടോ? ആമേൻ. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും, ചെയ്യരുതെന്ന് പറയുന്നത്, കേൾക്കരുതെന്ന് പറയുന്നത്, എടുക്കരുതെന്ന് പറയുന്നത്, ദൈവവചനത്തിന് നിരക്കാത്തത്, ദൈവഹിതമല്ലാത്തത്, ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ബോധ്യപ്പെടുത്തുന്നുവെങ്കിൽ, ഹല്ലേലൂയ, അപ്പനോട് പറയേണ്ടതേ പറയാവൂ, അമ്മയോട് പറയേണ്ടതേ പറയാവൂ. ഹല്ലേലൂയ. ആമേൻ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ആമേൻ ക്രമക്കേടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുഷ്ടലോകത്ത് അനേക കുടുംബ ജീവിതങ്ങൾ തകർന്ന് തരിപ്പണമായി അതിന്റെ മൂല്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവീൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പിടിച്ചോണ്ടിരിക്കരുത്, എറിഞ്ഞു കളയണം. ഭർത്താവ് അറിയാത്ത, ഭാര്യ അറിയാത്ത ഇടപാടുകളെല്ലാം എറിഞ്ഞു കളയണം. അപ്പൻ അറിയാത്ത, അമ്മ അറിയാത്ത സകല ഇടപാടുകൾ, തലമുറകൾ എറിഞ്ഞു കളയണം. ഹല്ലേലൂയ. 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 ആമേൻ. സർവശക്തനായ ദൈവത്തിന് നിരക്കാത്ത സകല ഇടപാടുകൾ ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന ദൈവമക്കൾ എറിഞ്ഞു കളയണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മാവ് വ്യക്തിപരമായി ഇടപെടുകയാണ്. അതേ കുഞ്ഞെ, നീ അങ്ങ് എറിഞ്ഞു കളഞ്ഞേര്. ആമേൻ. ആ പോക്കറ്റിൽ കിടക്കുന്നത് എടുത്ത് കളഞ്ഞേര്. അല്ല, ആമേൻ, ആ ഫ്രിഡ്ജിൽ കിടക്കി വെച്ചിരിക്കുന്നത് എറിഞ്ഞു കളഞ്ഞേര്. ഹല്ലേലൂയ. ആ വാട്സപ്പിൽ കിടക്കുന്നത് ഡിലീറ്റ് ചെയ്തേക്കാൻ. ഹല്ലേലൂയ. ആമേൻ. ആ ആപ്ലിക്കേഷൻ അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്തേക്ക്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്നെ പാപത്തിലേക്ക് നയിക്കുന്ന, ആമേൻ, നിന്റെ സ്വപ്നതയെ കെടുത്തുന്ന, ആമേൻ, നിന്റെ ആ ദൈവികമായ കൂട്ടായ്മയ്ക്ക് ആമേൻ തടസ്സമായി നിൽക്കുന്ന ആ കൂട്ടുകെട്ടിനെ ഇന്ന് രാത്രി ഉപേക്ഷിക്കാൻ തയ്യാറാ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ മന്ദിരമായ ആമേൻ നിന്റെ ശരീരത്തെ നശിപ്പിക്കുന്ന ആ മദ്യപാനത്തെ ഉപേക്ഷിക്കാൻ നീ തയ്യാറാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ചെയ്തിരിക്കുന്ന ആമേൻ അതെ അതിക്രമങ്ങൾ ആമേൻ ദൈവവചനത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി നിന്നിൽ ഉയരുന്ന ആ ജഡത്തിന്റെ സ്വഭാവങ്ങൾ ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ വ്യക്തമായി അതേ ദൈവസഭയ്ക്ക് ആത്മാവിൽ എഴുതി ഓർപ്പിച്ചു. ഇന്ന് രാത്രി ഒന്നും ശേഷിക്കാതെ എറിഞ്ഞു കളയാതെ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇന്ന് രാത്രി എടുത്തു കളയുവാൻ തയ്യാറാകുക. ദൈവാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലം കാരണമാ. ഇന്ന് രാത്രി എറിഞ്ഞുകള. ഹല്ലേലൂയ. നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുകയും ആമേൻ വെട്ടിപ്പിടിക്കുവാൻ ഓടുന്ന വ്യഗ്രതയിൽ കുടുംബം തകർന്നുകൊണ്ട് ഇരിക്കുകയാ, തലമുറകൾ തകർന്നുകൊണ്ടിരിക്കുകയാ. എന്നാൽ ഇന്ന് രാത്രി എറിഞ്ഞു കളയേണ്ടതിനെ എറിഞ്ഞു കളഞ്ഞിട്ട് ആമേൻ പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുകയും. ഹല്ലേലൂയ. ഇസ്രായേൽ ഗ്രഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു? രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആമേൻ സഭയ്ക്ക് കൊടുക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, ദൈവദാസന്മാർക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആമേൻ അതേ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും പ്രത്യാശയും ഇല്ലാതെ ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ ആമേൻ മരണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട് കഴിഞ്ഞു. ഇന്ന് രാത്രിയിലും പിന്നെയും ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. എന്തിന് നിങ്ങൾ ആമേൻ ഇങ്ങനെ മരിക്കുന്നു? ഹല്ലേലൂയ. അതെ, വിട്ടുകള. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിൽ ഹല്ലേലൂയ. എന്തിനാ? മേഖലകളിൽ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ കഴിക്കുന്ന ആധാരത്തിന്റെ ബലം കൊണ്ട് കഴിയത്തില്ല. പഠിച്ച ഡിഗ്രിയുടെ ആമേൻ സർട്ടിഫിക്കറ്റ് കൊണ്ട് പറ്റത്തില്ല. കൂടെയുള്ള സഹോദരങ്ങളുടെ ബലം കൊണ്ട് പറ്റത്തില്ല. ആമേൻ പ്രസ്ഥാനം കൊണ്ടോ സെന്റർ കൊണ്ടോ ആമേൻ കാശ് കൊണ്ടോ ഒക്കത്തില്ല. ഉയരത്തിലുള്ള അഭിഷേകം നിന്റെ മേൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ നിനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരവടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ആമേൻ. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും, നിന്നെ ദേശത്ത് പാർപ്പിക്കത്തില്ല. ആമേൻ. നിന്നെ ആ കമ്പനിക്കകത്ത് നിലനിർത്തത്തില്ല, നിന്നെ സഭയ്ക്കകത്ത് നിർത്തത്തില്ല. നിന്നെ വീട്ടിനകത്ത് ജീവിക്കുവാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ നാളുകളായി രോഗങ്ങളും സ്വസ്ഥതക്കേടുകളും ആമേൻ അതെ പിരിമുറക്കവും ആമേൻ ഡിപ്രഷനോ ആമേൻ മാനസിക വിഭ്രാന്തിയോ ആമേൻ വിട്ടുമാറാത്ത വ്യാധിയും
രോഗവും എല്ലാം കൊണ്ടുവന്ന് നിന്നെ ദേശത്ത് ആമേൻ പാർപ്പിക്കാതെ ആയുസിന്റെ മാധ്യത്തിൽ നിന്നെ തകർത്ത് കളയുവാൻ പിന്തുടരുന്ന അന്തർവാദ ആഭിചാര ശൂദ്ര പ്രയോഗങ്ങളുടെ ശക്തിയെ പൂർണ്ണമായി നിന്നിൽ നിന്ന് എടുത്തു മാറ്റി ഹല്ലേലൂയ ദേശത്ത് പാർപ്പിക്കുവാൻ തക്കവണ്ണം ആമേൻ ഉലകത്തിൽ ഒരുവനെ കഴിയത്തുള്ളൂ, അത് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവത്തിന്. ഹല്ലേലൂയ ആമേൻ. യഹോവയായ ഞാൻ അരുളി ചെയ്തു നിവർത്തിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും. ഇന്ന് രാത്രി കേൾക്കുന്ന വചനം അതേ ഉയരത്തിലെ ദൈവത്തിൻ്റെതാ. ആമേൻ. ആദ്യമായി കേൾക്കുന്നതെങ്കിൽ നീ വിശ്വസിച്ചോ. അല്ല, ആവർത്തിച്ച് നീ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു കാര്യം നിന്നോട് പറയട്ടെ. നിന്റെ ജീവിതത്തിൽ ആമേൻ നീ എറിഞ്ഞു കളയേണ്ടതിന് നാളിതുവരെ എറിഞ്ഞു കളയാത്തത് കൊണ്ടാണ് നിനക്ക് സ്വന്തമായി ദേശത്ത് പാർപ്പാൻ കഴിയാത്തത്. നിനക്ക് സ്വന്തമായി ദേശത്ത് പാർക്കുവാൻ കഴിയണമെങ്കിൽ എറിഞ്ഞു കളയേണ്ടതിന് എറിഞ്ഞു കളയുവാൻ തയ്യാറാകുക. ആമേൻ. അത് ആത്മാവിന്റെ അഭിഷേകത്തോടെ നീ ജീവിക്കുവാൻ തയ്യാറാണെങ്കിൽ അഭിഷേകം മുഖത്തെ തകർക്കുന്നത് നിന്റെ മേൽ വെച്ചിരിക്കുന്ന പൈശാചികം തെരഞ്ഞെടുത്തിരിക്കുന്ന മുഖം തകർന്നു പോകുക. അഭിഷേകത്തിന്റെ പുഷ്ടി മുഖത്തെ തകർക്കുന്നത് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ പകരപ്പെടുന്ന ആത്മാവിന്റെ അഭിഷേകം അതിന്റെ പുഷ്ടി മുഖത്തെ തകർക്കുന്നതാകയാ. അവർക്കും അവരുടെ ശേഷം അവരുടെ മക്കൾക്കും ഗുണം വരത്തക്കവണ്ണം അവർ എന്നേക്കും ഭയപ്പെടേണ്ടതിന്. ആമേൻ. നോക്കണമേ, അവർക്കും അവരുടെ ശേഷം അവരുടെ മക്കൾക്കും ഗുണം വരത്തക്കവണ്ണം അവർ എന്നെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും കൊടുക്കും. ഹല്ലേലൂയ ആമേൻ. ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ ജീവൻ അതെന്ന് പറഞ്ഞ യേശുവിനെ ഹല്ലേലൂയ ആമേൻ കൈക്കൊണ്ട് സ്വീകരിച്ച് അവനെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുക. ഹല്ലേലൂയ. ആ പ്രവചനത്തിന്റെ നിവൃത്തി അത്യുന്നതനായ ദൈവം ആശ്രയ യോഗ്യനാണ്. ഹല്ലേലൂയ. ഉലകത്തിൽ ആശ്രയിക്കുവാൻ കൊള്ളുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആമേൻ ഇസ്രായേലിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. തന്റെ വചനം വായിൽ നിന്ന് പുറത്തു വന്നാൽ അതെങ്ങനെ നിറവേറ്റണമെന്ന് അവൻ അറിയാം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:10-11 വേഗമൊന്ന് വായിച്ചാട്ടോ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിന്റെ 10-11 വാക്യം വേഗം വായിച്ചാൽ. മഴയും ഹിമയും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതയ്ക്കാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്ന പോലെ കണ്ടോ ഭൂമിയിൽ ആമേൻ അതെ ഒരു വിത്ത് വിതയ്ക്കുവാൻ ആവശ്യമായ മഴയും അയക്കുന്ന ദൈവം. ഹല്ലേലൂയ ആമേൻ. ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? ഹല്ലേലൂയ ആമേൻ. അങ്ങനെ ഈ ഭൂമിയിൽ വിത്ത് മുളയ്ക്കുവാൻ മഴ പെയ്യിക്കുന്ന ദൈവം ഹല്ലേലൂയ പറയുന്നു, എന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ ശ്രോതാവേ, മാതാവേ, പിതാവേ, ഇന്ന് രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം ഹല്ലേലൂയ വിത്ത് മുളയ്ക്കുന്നത് പോലെ ആമേൻ അതിന് വേണ്ടുന്ന മഴ പെയ്യിക്കുന്ന ദൈവം ഇന്ന് രാത്രി നിന്റെ വീട്ടിനകത്ത് ചില ആമേൻ കല്ല് പോലുള്ള ഹൃദയമുള്ള മനുഷ്യന്റെ അകത്ത് മാംസളമായ ഹൃദയത്തെ ഉരുവാക്കാൻ പോവുക, സൃഷ്ടിക്കാൻ പോവുക. വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിന്റെ മകത്തുണ്ട്. അത് തലമുറയ്ക്കകത്ത്, കൂടപ്പുറപ്പിനകത്ത്, ആമേൻ ഭർത്താവിന്റെ അകത്ത്, ഭാര്യയുടെ അകത്ത്, ആമേൻ ജീവിത പങ്കാളിയുടെ അകത്ത്,
ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ആമേൻ, എന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. ഹല്ലേലൂയ. അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കും. ഇന്ന് രാത്രി നിന്റെ ഇഷ്ടമല്ല, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം നിറവേറാൻ പോകുക. ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും. അങ്ങനെയെങ്കിൽ ഇനി കേൾക്കാൻ പോകുന്ന വചനം നിനക്ക് വേണ്ടിയിട്ടുള്ളതാ. അത് സാധിക്കും. വിശ്വസിക്കുന്നവർ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. യഹോവയായ ദൈവം നേരിട്ട് സംസാരിക്കാൻ പോകുക കേട്ടോ. ഹല്ലേലൂയ. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഇന്ന് രാത്രി മനുഷ്യനാണെങ്കിൽ നിന്നോട് ദൈവം ഇടപെടുകയാണ്. ഹല്ലേലൂയ. ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങളിൽ ദൈവം മനുഷ്യനോട് സംസാരിക്കുകയാണ്. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. കണ്ടോ? നമ്മുടെ ദൈവം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് കൊടുക്കും. ചിലരെങ്ങനെയാ? അറുക്കന്മാരാ, വയറ് നിറച്ച് ആഹാരം കൊടുക്കത്തില്ല. പണിയെടുത്ത കൂലി തികച്ചു കൊടുക്കത്തില്ല. ഇവരാ ദുഷ്ടന്മാര്. പക്ഷെ നമ്മുടെ ദൈവം നല്ലവനാ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നല്ലവനാ. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവന്റെയോ എന്നുമുള്ളത്. ആമേൻ. ഒരിക്കൽ യേശു കർത്താവ് വചനം പ്രസംഗിച്ചെടുത്ത് ഇരുന്നവര് 3-4 ദിവസമായിട്ട് പോയില്ല. അവസാനം അവരെ വിട്ടപ്പോ വഴിയില് അവരെ തളർന്നു വീഴാതിരിക്കാൻ അവർക്ക് ആഹാരം കൊടുത്തു. തൃപ്തിയാകോളം കൊടുത്തു. നമ്മുടെ കർത്താവ് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോ ദൈവമക്കളെ, നാം ദൈവമക്കളാണോ അതോ ഈ ലോക മക്കളാണോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദൈവമക്കൾ കൊടുക്കുമ്പോ അവൻ സമൃദ്ധിയായിട്ട് കൊടുക്കും. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ ക്വാളിറ്റി അവർക്കുണ്ട്. ഹല്ലേലൂയ. കരപടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ഫാസ്റ്റ് ഫുഡിന്റെ കാലമാ. ഇന്ന് ആർക്കും സമയമില്ല. ആമേൻ. പാസ്റ്ററെ വല്ലതും പറയാനുണ്ടെങ്കിൽ വേഗം പറയണം, എനിക്ക് സമയമില്ല. നമ്മുടെ കർത്താവ് ആമേൻ തിരുവായി മൊഴിഞ്ഞ് സംസാരിച്ചത് സമയം എടുത്ത. ഹല്ലേലൂയ. അങ്ങനെ ഓടിച്ചിട്ട് ഒരു പരിപാടിയൊന്നും കർത്താവ് ചെയ്തില്ല. കർത്താവ് വളരെ പ്ലാനിങ്ങോട് കൂടെയാണ് എല്ലാം ചെയ്തത്. ഹല്ലേലൂയ. ആമേൻ. വേഗത്തിലുള്ള പരിപാടി കർത്താവിനില്ല. ഹല്ലേലൂയ. കർത്താവ് എല്ലാം നന്നായി ചെയ്യുന്നവരാ. ആമേൻ. ശ്രദ്ധിച്ചേ, യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, നീ തിന്നുന്ന നാളിൽ മരിക്കും. യേശു കർത്താവിന്റെ അടുത്ത് ഒരിക്കൽ ആഹാര കാര്യത്തോടുള്ള ബന്ധത്തിൽ പിശാച് വന്നിട്ട് പറഞ്ഞു, ഒന്ന് കൽപ്പിക്ക, കല്ലിനോട് അപ്പമാകത്തില്ലേ, നിനക്ക് വിശക്കുന്നില്ലേ? നോക്കിക്കേ, നിമിഷങ്ങൾ കൊണ്ട് നൊടി നേരം കൊണ്ട് ആമേൻ അപ്പമാക്കാൻ കഴിവുള്ളവൻ. ആമേൻ. പിശാച് യേശുവിനോട് പറയുക, ആമേൻ, ഒന്ന് കൽപ്പിക്കുന്നേ അപ്പമാകും. അല്ലെ? യേശു പറഞ്ഞത്, ആമേൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കും. ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ. അടുത്തത് ഈ കാണുന്നത് മുഴുവൻ തരാ, എന്നെ ഒന്ന് എന്ത് ചെയ്താൽ മതി. എത്ര എളുപ്പമല്ലേ? ബോധിക്കണ്ട, പ്രാർത്ഥിക്കണ്ട, ആമേൻ, കരയണ്ട. ഇന്ന് പകലത്തെ മീറ്റിംഗ് കൂടിയവർക്കറിയാം, യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവൻ ഏറിയ സമയവും തനിയെ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അതുകൊണ്ടാണ് അവന്റെ അരികിൽ വന്നവരെല്ലാം ആശ്വാസവും സൗഖ്യവും വിടുതലും പ്രാപിപ്പാനിടയായി തീർന്നത്. അവൻ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരിലൂടെയാ ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുന്നത്. പ്രാർത്ഥിക്കുന്നവരിലൂടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അല്ലാതെ പ്രാർത്ഥിക്കാതെ കണ്ട് ആമേൻ നിമിഷങ്ങൾ കൊണ്ട് അത്ഭുതം കാണിക്കുന്നവർ അത് പിശാച. കാരണം എന്താ? പിശാച് പറഞ്ഞു, ഒന്ന് കൽപ്പിക്ക്, അപ്പം ഉണ്ടാകും. ഹല്ലേലൂയ. ഒന്ന് വണങ്ങ്, ആമേൻ, ഇതെല്ലാം കിട്ടും. കണ്ടോ? ആമേൻ. ഒന്ന് വണങ്ങിയാ മതിയെന്നേ, നിങ്ങൾ വന്നാ മതി, നിങ്ങൾ ഇരുന്നാ മതി. ആമേൻ. പോകുമ്പോ കൊട്ടക്കണക്കിന് കൊണ്ടുപോകാന്ന് പറയുന്നത് പിശാച. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ യേശു കർത്താവ് ആമേൻ അതിനെ എല്ലാം വചനം കൊണ്ട് പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി നിന്നെ തെറ്റിച്ച് കളയുവാൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ട പിശാച് അവന്റെ ടെക്നിക്കുമായി, അവന്റെ ടെക്നോളജിയുമായി കടന്നു വരുമ്പോ യേശു കർത്താവ് വചനം കൊണ്ട് അതിനെ വെട്ടി പരാജയപ്പെടുത്തിയതുപോലെ പരാജയപ്പെടുത്തുവാൻ ഇടയാണ്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ആമേൻ ദൈവ ശബ്ദം നേരിട്ട് കേട്ട ആദാമിന്റെയും ഹവ്വയുടെയും കുടുംബജീവിതം തകർന്നു പോയി കേട്ടോ. കാരണം എന്താ? ആമേൻ തിന്നരുത് എന്ന് പറഞ്ഞത്
ഹല്ലേലൂയ. തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞത് തീറ്റിക്ക കയറി വന്ന ദുഷ്ട പിശാചുമായി ആമേൻ സമയം ചെലവഴിച്ചതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആ ഭക്തൻ പറഞ്ഞത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴി നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്, നീ തകർന്നു പോകുവാൻ തക്കവണ്ണം ഇടയാകും. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. പിന്നെയും നമുക്ക് കാണുവാൻ കഴിയുന്നു, യഹോവയായ ദൈവം 3-ാം അധ്യായം 9 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു. നീ എവിടെയെന്ന് ചോദിച്ചു. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവവൈതലേ, സ്നാനപ്പെട്ട ദൈവവൈതലേ, തിരുമേശയെടുത്ത ദൈവവൈതലേ, ഇന്ന് നീ എവിടെയാ? തിന്നരുതെന്ന് പറഞ്ഞത് തിന്നിട്ട്, ആത്മീയ മരണം സംഭവിച്ചിട്ട്, ദൈവമായുള്ള കൂട്ടായ്മ ആമേൻ നഷ്ടപ്പെട്ടിട്ട്, വൃക്ഷങ്ങളുടെ മറവിൽ അത് കൈകൊണ്ട് തുന്നിയുണ്ടാക്കിയ അത്തിയില കൊണ്ട് തുന്നിയ വസ്ത്രം ഉണങ്ങിപ്പോയിട്ട് നാണക്കേട് കൊണ്ട് വൃക്ഷത്തിന്റെ മറവിൽ ഒളിച്ചിരിക്കുന്നത് പോലെ ഇന്ന് രാത്രി ലജ്ജയോടെ നീ തുടങ്ങിയ ബിസിനസ് തകർന്നു, നീ കഴിച്ച വിവാഹം തകർന്നു, നിനക്കൊണ്ടായ മക്കൾ തകർന്നു. സ്നാനപ്പെട്ടതാ, രക്ഷിക്കപ്പെട്ടതാ, ദൈവസഭയുടെ അംഗമാ, പക്ഷേ നിന്റെ വീട്ടിനകത്ത് നടക്കുന്ന ലജ്ജാകരമായ അവസ്ഥ നിമിത്തം തലയുയർത്തുവാൻ കഴിയാതെ പിശാചിന്റെ ആമേൻ പ്രലോഭനത്തിനകത്ത് കുടുങ്ങി നിന്റെ തലമുറ തകരുന്നത് കണ്ട ഇന്ന് രാത്രിയിലും നീ കണ്ണുനീരും ദുഃഖവും പേറി കഴിയുന്നവനാണെങ്കിൽ ഇന്ന് രാത്രി യഹോവയായ ദൈവം തകർന്നുപോയ, അതെ പാപം ചെയ്ത് കൂട്ടായ്മ നഷ്ടപ്പെട്ട് സ്വന്തം പ്രയത്നം കൊണ്ട് സ്വന്തം ബുദ്ധി കൊണ്ട് തുന്നിയുണ്ടാക്കിയ ആമേൻ വസ്ത്രമിട്ട് ഉണങ്ങിപ്പോയിട്ട് വൃക്ഷത്തിന്റെ മറവിൽ ഒളിഞ്ഞിരിക്കുന്നവനെ കണ്ടുകൊണ്ട് യഹോവയായ ദൈവം വിളിച്ചു, മനുഷ്യ നീ എവിടെ? ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, സ്നാനപ്പെട്ട ദൈവ പൈതലേ, അന്യഭാഷയിൽ സംസാരിക്കുന്ന ദൈവ പൈതലേ, കഴിഞ്ഞ നാളിൽ പ്രവചിച്ച പ്രവാചകരെ, അഭിഷക്തരെ, ഇന്ന് രാത്രി നീ എവിടെയാ? ഉണർന്ന് ആമേൻ ശോഭിക്കുവാൻ കഴിയാതെ ആമേൻ കിടക്കയിൽ കിടന്ന് ആമേൻ അതെ അയ്യം വിളിക്കുകയാണോ? ഹല്ലേലൂയ. ആമേൻ ആ രക്ഷയുടെ സന്തോഷം ആമേൻ അതെ നഷ്ടപ്പെട്ട് ആ തീഷ്ണതയില്ലാതെ, ആ കണ്ണുനീരില്ലാതെ, ആത്മഭാരമില്ലാതെ നീ ഒതുങ്ങിക്കഴിയുകയാണോ? ഇന്ന് രാത്രി യഹോവയായ ദൈവം നിന്നെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതെ ലംഘനങ്ങള് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോട് കരുണ കാണിക്കുന്ന ദൈവം നിന്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാൽ അത് ഹിമം പോലെ വെളുപ്പിക്കുന്നവൻ നിന്നെ വിളിക്കുകയാ. നാണക്കേട് വിചാരിച്ചിരിക്കരുതേ. അവൻ ഇന്ന് രാത്രി അവന്റെ ശബ്ദം കേൾക്കുന്നവർ ഒരിക്കൽ കൂടെ ആ ശിംശോനെ പോലെ ഒരിക്കൽ കൂടെ ഒരു കാലത്ത് ആത്മനിറവിൽ നിന്നവർ, ഒരു കാലത്ത് പ്രാർത്ഥനയിൽ ഉറ്റിരുന്നവർ, ഒരു കാലത്ത് ദർശനമുണ്ടായിരുന്നവർ, ഒരു കാലത്ത് വെളിപ്പാടുണ്ടായിരുന്നവർ, ഇന്ന് ആ ദർശനമൊക്കെ നഷ്ടപ്പെട്ട് ഒതുങ്ങിയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം നിന്നെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. അതേ മാതാവേ, ദൈവം നിന്നെ വിളിക്കുകയാ. നിന്റെ തലമുറ അതപ്പതിച്ചു പോയത് ഈ സത്യവേദ പുസ്തകം എടുത്ത് നടന്നത് നീ കണ്ടതാ. പക്ഷേ ഇന്ന് അതിനോട് ബന്ധമില്ലാതെ തകർന്ന് കിടക്കുന്നത് കണ്ടിട്ട് ആത്മഭാരമില്ലാതെ കഠിന ഹൃദയത്തിൽ ഉടമയായി, കല്ലുപോലുള്ള ഹൃദയത്തിൽ ഉടമയായി കിടക്കുന്ന മാതാവേ, പിതാവേ, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ പുതിയൊരു ഹൃദയം യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ച് നീ എവിടെയെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ആമേൻ ഒളിച്ചു എന്നവൻ പറഞ്ഞു. ഇന്ന് രാത്രിയിൽ ഭയപ്പെട്ടിരിക്കുന്ന സഹോദര സഹോദരി, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ് അത് പിന്മാറിപ്പോയ പത്രോസിനെ മാനസാന്തരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്ന യേശു ഇന്ന് രാത്രി നിന്നെ വിളിക്കുകയാ. ഹല്ലേലൂയ. ഇനി കൊള്ളത്തില്ല, ആമേൻ, ഇനി ഒക്കത്തില്ല, ആമേൻ, ഇനി മുടക്ക് തന്നു, ആമേൻ, നിന്നെ വേണ്ട എന്ന് വെച്ച് ആമേൻ നിന്നെ മുദ്ര കുത്തി ഒഴിവാക്കി അതെ ആ ദുഃഖവും പേറി കഴിയുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രി അതെ കുറ്റം പറഞ്ഞ് കളയുന്നവനല്ല. 99 വിട്ടിട്ട് ആ കാണാതെ പോയ ഒരാടിനെ തേടി വന്നവൻ ഇന്ന് രാത്രി നിന്നെ തേടി വന്നിരിക്കുകയാ. അവൻ നിന്നെ വിളിക്കുകയാ. ആടി ready, നീ
ആമേൻ. ആ പാപത്തിനകത്ത്, ആ പ്രലോഭനത്തിനകത്ത് നിന്നെ കുടുക്കി നിന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോയ ആ കൂട്ടുകെട്ടിനോട് നോ പറഞ്ഞ് അതിനെ ഒഴിവാക്കി ഇന്ന് രാത്രി മടങ്ങി വരുവാ തയ്യാറെങ്കിൽ നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഹല്ലേലൂയ. തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. ആമേൻ. ദൈവവൈതലേ, ആമേൻ. ചെയ്യരുതെന്ന് പറയുന്നത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടപിശാച് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ചു കളയുവാൻ അവസരം നോക്കി അതേ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ തകർക്കുന്നവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തനായവർ ഇന്ന് രാത്രി ഇസ്രായേലിന്റെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാ. അവൻ ദൈവമെന്ന് അറിയും, മറ്റൊരുത്തരും ഇല്ലെന്ന് നീ അറിയത്തക്ക വിധത്തിൽ പ്രവൃത്തി വരുവനാ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി അനുകൂലമായി ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ അമ്മ പറഞ്ഞ് കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന് മനുഷ്യൻ എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാനും തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. അവൻ പറയരുതേ, അയ്യോ എന്റെ കൂടെ ആരാധിച്ചവർ, എന്റെ കൂടെ സ്നാനപ്പെട്ടവർ, എനിക്ക് വേണ്ടി ശുശ്രൂഷിക്കാൻ വന്നവർ നിമിത്തം ഞാൻ ചെയ്തു പോയെന്ന് പറയരുതേ. സമ്മതിക്ക്, സ്വയം സമ്മതിക്ക്. അത് എന്റെ പരിജ്ഞാനക്കുറവാ. അത് യേശു കർത്താവ് ആ മരുഭൂമിയിൽ ആയിരുന്നപ്പോ അത് പ്രലോഭനവുമായി വന്ന പിശാചിനെ എതിർത്ത് നിൽക്കുവാൻ വചനത്തിന്റെ പരിജ്ഞാനം പോലെ വചന പരിചയമില്ലാഞ്ഞത് കൊണ്ട് പരാജയപ്പെട്ടെങ്കിൽ കുറ്റം പറഞ്ഞിരിക്കാതെ അവള് കാരണമാ, അവൻ കാരണമാ, അവൻ വന്നിട്ടാ, അവൻ ബലം പ്രയോഗിച്ചിട്ടോ. ഇന്ന് രാത്രി നീ സമ്മതിക്ക, നിന്റെ കുറവുകളെ സമ്മതിക്ക, നിന്റെ പരിജ്ഞാനക്കുറവ് നീ സമ്മതിക്ക. നീ വായിക്കാത്തത് കൊണ്ട്, നീ പ്രാർത്ഥിക്കാത്തത് കൊണ്ട്, നീ ഗ്രഹിക്കാത്തത് കൊണ്ട്, അതേ മാതാവേ നിന്റെ തലമുറ ഇന്ന് നരകിക്കുന്നത് അതുകൊണ്ടാ. നീ നിലപാട് വീട് കറിയാൻ തയ്യാറാ. ഒഴിവ് കഴിവ് പറഞ്ഞു മാറിപ്പോകരുതേ. അന്നയെ നോക്കിക്കേ, അവളുടെ വീട് അത്ര നല്ല അന്തരീക്ഷമുള്ള വീടല്ലായിരുന്നു. പക്ഷേ അവൾ അന്തരീക്ഷം കടാതിരിക്കുവാൻ നിന്ദിക്കപ്പെടുമ്പോഴും അവൾ ദൈവമായിട്ടുള്ള ബന്ധം ദൃഢമാക്കിക്കൊണ്ടിരുന്നു. ഇന്ന് രാത്രി പഴി പറഞ്ഞു ഒതുങ്ങിയിരിക്കാതെ അവൻ നിന്റെ ഭവനം നിന്ദിക്കപ്പെട്ട ഭവനമാണെങ്കിലും കണ്ണുകളിലും കരച്ചിലും പല്ലുകളിലുമുള്ള പ്രലോഭമാണെങ്കിലും അവിടെയുള്ള ദൈവവുമായി നീ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ തയ്യാറായ ഇന്ന് രാത്രി ആ മാധവനെ പോലെ ജീവിക്കുവാൻ ലജ്ജിക്കുവാൻ ഇടയാകാതെ തലയുയർത്തക്ക വിധത്തിൽ പ്രവൃത്തി വലിവനായ ദൈവത്തിന്റെ കരം വിശ്വസിക്കുന്നതിന് അനുകൂലമായി തന്നെ ദൈവ പൈതലേ, നിന്നോട് ഇന്ന് രാത്രി സ്വർഗത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതിന് മനുഷ്യൻ എന്നോട് കൂടെ പലരും പറയുന്നു അവള് ശരിയില്ല, ആമേൻ, അവൻ ശരിയില്ല. ഭാര്യ പറയുന്നു ഭർത്താവ് ശരിയില്ല, ആമേൻ. അതെ ഭർത്താവ് പറയുന്നു ഭാര്യ ശരിയില്ല, അതെ മക്കള് പറയുന്നു അപ്പൻ ശരിയില്ല, അമ്മ ശരിയില്ല, അപ്പം പറയുന്നു മക്കള് ശരിയില്ല, ആമേൻ. അയൽവക്കക്കാർ ശരിയില്ല, ദേശക്കാർ ശരിയില്ല. അല്ലാതെ നീ ശരിയല്ല. ഇന്ന് രാത്രി നീ സമ്മതിക്കുക. ഹല്ലേലൂയ. ആമേൻ. നീ ശരിയായാൽ, ഹല്ലേലൂയ, നീ ഒറ്റ വ്യക്തി നിമിത്തം, ഹല്ലേലൂയ, ആമേൻ, നിന്റെ കുടുംബം രക്ഷ പ്രാപിപ്പാനിടയാതെ. ഹല്ലേലൂയ. ലുദിയ നിമിത്തം ലുദിയയുടെ കുടുംബം രക്ഷപ്പെട്ടത്. ഹല്ലേലൂയ. യേശു എന്ന് പറയുന്ന ഒറ്റ വ്യക്തി ഈ ലോകത്തിൽ വന്നതുകൊണ്ട് ഇന്ന് അനേക കുടുംബങ്ങൾ ആമേൻ രക്ഷപ്പെടുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. അതെ, പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കടക്കുവാൻ ദൈവം അനുവദിച്ച ഒറ്റ കാരണങ്ങൾ കൊണ്ട് ആ കാരാഗ്രഹത്തിനകത്ത് കടന്ന അനേക കുടുംബങ്ങൾ വിടുവിക്കപ്പെട്ടത്. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ അംഗമായി മാറിയത്. ഇന്ന് രാത്രി ആമേൻ ആ വെളിപ്പാട് പ്രാപിക്കുന്നവർ കരമടിച്ച്, ആ പരിജ്ഞാനം പ്രാപിക്കുന്നവർ കരമടിച്ച് ഇന്ന് രാത്രി കർത്താവിന് മറുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യഹോവയായ ദൈവം സ്ത്രീയോട് നീ ചെയ്തത് എന്തെന്ന് ചോദിച്ചതിന് പാമ്പനെ വഞ്ചിച്ചു. ഹല്ലേലൂയ. ആമേൻ. അതെ, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ സമ്മതിക്ക്. ആരും വഞ്ചിച്ചതല്ല. ഹല്ലേലൂയ. ആ ഇടപാടുകളൊക്കെ ഉപേക്ഷിക്കുക. ആ വേണ്ടാത്തതല്ല. ആ ഫേസ്ബുക്ക് വേണ്ടെന്നേ. ആമേൻ. നല്ലതാ. ആമേൻ. നിന്നെ പാപം ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്തരുത്. ഹല്ലേലൂയ. ആമേൻ. ഫേസ്ബുക്കിലൂടെ ലൈവ് പ്രസംഗം നടത്തുന്ന ഞാൻ ആമേൻ ഫേസ്ബുക്ക് വേണ്ട എന്ന് വെക്കാൻ പറയുന്നത് ഫേസ്ബുക്കിലൂടെ വേണ്ടാത്ത ബന്ധങ്ങളാണ് നിലനിൽക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി അത് ഒഴിവാക്കിയത്. അതെ, വാട്സപ്പ് നല്ലതാ. വാട്സപ്പിനകത്തൂടെ വേണ്ടാത്തത് ചെയ്യുന്നുണ്ടെങ്കിൽ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തേന്.
ഇന്ന് രാത്രി ഹല്ലേലൂയ സ്വർഗ്ഗം പുതിയൊരു ഹൃദയം, പുതിയൊരു ആത്മാവിനെ നിന്റെ അകത്ത്, നിന്റെ തലമുറയ്ക്കകത്ത്, നിന്റെ വീട്ടിനകത്ത് ആമേൻ അയക്കാൻ പോകുകയാണ്, സൃഷ്ടിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്തത് കൊണ്ട് എല്ലാ കന്നുകാലികളിലും ഹല്ലേലൂയ എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് ശപിക്കപ്പെട്ടിരിക്കുന്നു. നോക്കിക്കേ, ആമേൻ ഉപ്പ് തിന്നുന്ന വെള്ളം കുടിക്കുന്ന പഴമൊഴിയാ. ആമേൻ പാപം ചെയ്താൽ പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഹല്ലേലൂയ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവധിയും ഇല്ല എന്ന് പറഞ്ഞ് മുട്ടായിക്ക് പറഞ്ഞ് നടക്കരുത്. ആമേൻ ആമേൻ. പുതിയ നിയമ സഭയിലെ അംഗമായ അനന്യാസും സഫീറയും പരിശുദ്ധാത്മാവിനെതിരെ വ്യാജ്യം പറഞ്ഞപ്പോൾ അവര് ആമേൻ ഒതുങ്ങിപ്പോയി കേട്ടോ, ഒടുങ്ങിപ്പോയി. ഹല്ലേലൂയ. ഇന്ന് അനേകര് തകർന്നു പോകാൻ കാരണമെന്താ? ഒടുങ്ങിപ്പോകുവാൻ കാരണമെന്താ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് കൊണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പുതിയൊരു ഹൃദയത്തിനുടമയായി പുതിയൊരു ആത്മാവിനെ പ്രാപിച്ച് നിത്യതയുടെ തുറമുഖത്തെത്തുമ്പോൾ ആമേൻ പ്രതിഫലം വാങ്ങുവാൻ ഇവിടെ നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് ഭാരമുള്ളവരായി പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഉണരട്ടെ. ഇന്ന് രാത്രി ദർശനങ്ങൾ കാണത്തക്ക വിധത്തിൽ, വെളിപ്പാടുകൾ ആമേൻ പ്രവചിക്കത്തക്ക വിധത്തിൽ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരുന്ന ദൈവം പുതിയ ഹൃദയമുള്ളവരുടെ മേലെ പകരത്തുള്ളൂ. ആമേൻ. പഴയ തുരുത്തി പുതിയ വീഞ്ഞ് പകരത്തില്ല. ഹല്ലേലൂയ. ആമേൻ. മനസ്സിലായവർ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. ആമേൻ. ചില സ്ത്രീകൾ പറയാറില്ലേ, എന്റെ പൊന്നു പാസ്റ്ററെ, വീട്ടിലെ കഷ്ടപ്പാട് മാറിയിട്ട് ഒരു ദിവസവും ഇല്ല, കഷ്ടത വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്താ കാര്യം? കയ്യിലിരിപ്പ് ശരിയല്ല. എന്റെ ഭാഷ ഞാൻ പറഞ്ഞതാണ്. എന്നാൽ യേശു കർത്താവ് സ്ത്രീയോട് പറഞ്ഞത് എന്താ? സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. എന്താ അവിടെ കയ്യിലിരിപ്പ് ശരിയല്ലത്? ഇന്ന് രാത്രി നിന്റെ കയ്യിലിരിപ്പ് ശരിയാക്കിക്കോ. കഷ്ടത കുറയും, വേദന കുറയും, നീ സൗഖ്യമാകും. ഹല്ലേലൂയ. പുരുഷനോട് പറഞ്ഞത്, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും. അതെ, ഭാര്യ പറഞ്ഞിട്ടാ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞ് എക്സ്ക്യൂസ് പറയരുതേ. ഹല്ലേലൂയ. ഭാര്യ പറയുന്നത് കേൾക്കണം, നല്ലതാ. പക്ഷേ നീ ശപിക്കപ്പെടാൻ, നീ നിമിത്തം നിന്റെ തലമുറ ശപിക്കപ്പെടുവാൻ, നിന്റെ വീട് കുളം തോണ്ടുവാൻ. ചില ഭാര്യമാരങ്ങനെയാണ്. ഞാൻ വേഗം പോട്ടെ. അവൻ നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചെയ്യും. കർത്താവ് താൻ ഗംഭീരനാഥം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ ക്രിസ്തുവിൽ പ്രത്യാശയോടെ മരിച്ചവർ ആമേൻ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. ആ കൂടെ ഈ ഉയർത്തെഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ നീ മരിക്കുന്നതിന് മുമ്പ് ആമേൻ ഈ ശാപമൊക്കെ മാറി ആമേൻ പുതിയ ഹൃദയത്തിന് ഉടമയായി ഈ ആത്മാവിനെ പ്രാപിച്ചിട്ട് മരിക്കണം. എങ്കിൽ മാത്രമേ ആമേൻ മധ്യാകാശത്തിൽ കാഹളം മുഴങ്ങുമ്പോൾ നീ മരിച്ചെടുത്തൊന്ന് ഉയർക്കത്തുള്ളൂ. മനസ്സിലായവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. അല്ല, കർത്താവ് വരുന്നത് വരെ ജീവിച്ചിരിക്കാൻ ആമേൻ അവസരം ദൈവം തന്നാൽ ആമേൻ പുതിയ ഹൃദയവും പുതിയ ആത്മാവ് നിനക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ആ കാഹളം കേൾക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇത് ആത്മീയനെ മനസ്സിലാകത്തുള്ളൂ, പ്രാകൃതനോ ജഡീകനോ മനസ്സിലാകത്തില്ല. നീ ഒരു പ്രാകൃതനാണെങ്കിൽ നിനക്ക് ബോറടിക്കും, നീ ഒരു ജഡീകനാണെങ്കിൽ ഒന്നും പിടികിട്ടത്തില്ല. നീ ആത്മീയനാണെങ്കിൽ ഇരിക്കുന്നിടത്തിരുന്ന് പ്രത്യാശയോടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. ഞാൻ വേഗത്തിൽ പോകട്ടെ. ആമേൻ. ഇത്രയും നേരം ഒരു മനുഷ്യനോട് ദൈവം ഇടപെട്ടു. എങ്ങനെ? ആമേൻ ആദാമിനോട് ഹവ്വയോട്. ഇനിയും ഒരു കുടുംബത്തെ ദൈവം ആമേൻ വിളിക്കുകയാണ്. യഹോവയായ ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അപ്പോ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഹല്ലേലൂയ. അബ്രഹാം കേട്ടത് എന്തുവാ? നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അവൻ എങ്ങനെ പോകും? കണ്ടിട്ടില്ലല്ലോ. ഇവിടെയാണ് വിശ്വാസം. വിശ്വാസം എന്നത് ആശ. എന്താ ആശ? ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആമേൻ വിടേണ്ടതിന് വിട്ട് പോകാൻ തയ്യാറായ കാണാനിരിക്കുന്ന ദേശത്തേക്ക് നീ പൊക്കോ, നീ കാണാതിരിക്കത്തില്ല.
അപ്പോ കാണുന്നതിന് മുമ്പ് അത് വിശ്വസിക്കുവാൻ ഒരാശ അബ്രഹാമിന്റെ അകത്തുണ്ടായി. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേർക്ക് ആശയുണ്ട്? ആശയുണ്ടെങ്കിൽ വിശ്വസിച്ചോ. നീ കേൾക്കുന്നത് കാണുകയല്ല, നീ പ്രാപിക്കുവാൻ പോകുക. കരമടിച്ച കർത്താവിനെ മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. അടുത്തത് കേട്ടോ. ആമേൻ. ആശയുള്ളവൻ വിശ്വസിച്ച് ചുവട് വെച്ചപ്പോ അവൻ അടുത്തത് കേട്ടു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഹല്ലേലൂയ. മനുഷ്യനല്ല പറയുന്നത്. ഇന്ന് രാത്രി ആശയുണ്ടോ? ആശയുണ്ടെങ്കിൽ നീ വിശ്വസിക്ക്, അവനെ അനുസരിക്കുന്ന നീ പ്രാപിക്കാൻ പോകുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നിന്നെ ശപിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? ശപിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ അനുഗ്രഹിക്കുന്നവൻ, വിടുവിക്കുന്നവൻ ഹല്ലേലൂയ നമ്മുടെ നടുവിലുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ആമേൻ. ആദാമിനോട് ഹവ്വയോട് സംസാരിച്ച ദൈവം ആമേൻ അബ്രഹാമിനോട് അതെ അവന്റെ കുടുംബത്തോട് ആമേൻ ഇടപെടുകയാ. അതെ ഇന്ന് രാത്രി അതെ നിന്നോട് നിന്റെ കുടുംബത്തോട് ദൈവം പറയുന്നു, നീ വിടേണ്ടതിനെ വിട്, ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കുക. ആമേൻ. ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ദൈവം ശപിക്കും. ഹല്ലേലൂയ. നീ സമാധാനത്തോടെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ നിന്നെ വിളിക്കുന്ന ദൈവം നിനക്ക് സപ്പോർട്ടായി കൂടെയുണ്ട്. അത് തിരിച്ചറിയുന്നവർ, ആ പരിജ്ഞാനം പ്രാപിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. അവന്റെ തലമുറയായ ഇസഹാക്കിനോടുള്ള ബന്ധത്തിൽ ദൈവം സംസാരിക്കുക. ഉൽപ്പത്തി പുസ്തകം 26:1 മുതൽ 5 വരെ. അബ്രഹാമിന്റെ ആമേൻ അതെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ക്ഷാമം ഉണ്ടായി. നോക്കണമേ, അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ കാലത്ത്, അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമം പോലെ അല്ലെ 2 വർഷം മുമ്പുണ്ടായ ജലപ്രളയം ഈ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ആമേൻ. ഇപ്പൊ കൊറോണ കാലമാ, മഹാമാരി. ഈ കാലം കഴിഞ്ഞ് ഇനി ഒരു മഹാമാരി ആമേൻ 10 കൊല്ലം കഴിഞ്ഞ് വന്ന നമ്മൾക്ക് ഉണ്ടായിട്ടില്ലാത്ത ഉണ്ടാകാൻ പോകുന്ന തലമുറയുടെ കാലത്ത് പിടികിട്ടിയ. അപ്പൊ അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമം പോലെ അവന്റെ മകന്റെ കാലത്ത് ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി നീ ഒന്ന് തിരിഞ്ഞു നോക്ക്. നിന്റെ അപ്പൂപ്പന്മാര് അനുഭവിച്ച ആ വേദന ഇന്ന് നീ അനുഭവിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നോക്ക്, അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമമുണ്ടായി. അപ്പോൾ ഇസഹാക്ക് ഗെരാരിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിന്റെ അടുക്കൽ പോയി. യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തത് എന്തെന്നാൽ, നീ മിസ്രൈമിലേക്ക് പോകരുതെന്ന് പറഞ്ഞ പിന്നെ പോകരുത്. തിന്നരുതെന്ന് പറഞ്ഞത് തിന്നതിന്റെ പണി കിട്ടി, 8ന്റെ പണിയല്ല. അതിന്റെ വേദന ഇന്നും അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്തുവാ? വേദനയോടെ നീ പ്രസവിക്കും. ആ വേദന മാറിയിട്ടില്ലേ? ഹല്ലേലൂയ. ആമേൻ. അന്ന് ചെയ്ത ആ തെറ്റിന്റെ ശിക്ഷ, അതുകൊണ്ട് പാപം ചെയ്യരുതേ, അനുസരണക്കേട് കാണിക്കരുതേ. ആമേൻ. പുരുഷനോട് പറഞ്ഞു, നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും. ഇന്നും ഭൂമിയിൽ അനേകർ ശാപം ഏറ്റുവാങ്ങി കഴിയേണ്ടി വന്നത് ആ ഒരുത്തന്റെ അനുസരണക്കേടാ. ഹല്ലേലൂയ. അതുകൊണ്ട് തലമുറയോട് ദൈവം പറഞ്ഞു, ആമേൻ, യഹോവ അവന് പ്രത്യക്ഷനായിട്ട് ഇന്ന് രാത്രി ദൈവം നിനക്ക് പ്രത്യക്ഷനായി അവന്റെ പുത്രനായി ക്രിസ്തുവിലൂടെ ഇന്ന് രാത്രി ദൈവം അവന്റെ വചനത്തിലൂടെ നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തത് എന്തെന്നാൽ, നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കാം. ആ കനാവില് കല്യാണ വീട്ടിലെ അമ്മ അവനോട് ചെന്ന് മകനോട് ചെന്ന് കാര്യം പറഞ്ഞു, നടന്നില്ല. ഉടനെ അമ്മ ചെന്നിട്ട് ആമേൻ ആ കുടുംബത്തിലുള്ളവരോട് പറഞ്ഞു, അവൻ വല്ലതും കൽപ്പിച്ചാൽ ചെയ്തോളാം. ഹല്ലേലൂയ. നാട്ടുകാരോ വീട്ടുകാരോ കൂട്ടുകാരോ കൽപ്പിച്ച് ചെയ്താൽ ശരിയാവത്തില്ലെന്ന്. ആമേൻ. അവൻ കൽപ്പിക്കണം. ആകയാ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് അവൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വേല ചെയ്യണം. അല്ലാതെ ഇവിടുത്തെ ഊള നേതാക്കന്മാരും ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രഭുവും അല്ലെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ആമേൻ കർത്താവ് പറയുന്നത് കേട്ട് ചെയ്യാൻ ആര് തയ്യാറാ? ഇന്ന് രാത്രി വചനം പറയുന്നത് ആമേൻ, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക. ഹല്ലേലൂയ ആമേൻ. അബ്രഹാമിനോട് പറഞ്ഞു, നീ തല പൊക്കി നീ നോക്ക്. ഹല്ലേലൂയ. നീ കാണുന്നതൊക്കെ ഞാൻ നിനക്ക് തരാം. പക്ഷെ കൂടെ ഒരുത്തനുണ്ട്, അവനെ
അവൻ ഇച്ചിരി വലിയ പുള്ളിയാ, അവൻ നീരോട്ടമുള്ളത് നോക്കി നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. അവൻ പോയി, അവന്റെ കുടുംബവും പോയി, അവന്റെ മക്കളും പോയി. ആമേൻ. അവൻ വലഞ്ഞു പോയി. നീ വലയരുത്, കുടുംബം തകർന്നു പോകും. ആമേൻ. തലമുറ തകർന്നു പോകും. ആമേൻ. അവസരം അനവധി ദൈവം കൊടുത്തു. വഴക്കുണ്ടാക്കി പോയവരെല്ലാം ഗതി ഇതാ. ഹല്ലേലൂയ. പക്ഷേ അബ്രഹാമിന്റെ ആ നേതാവ് ആരായിരുന്നറിയാമോ? അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാൻ ദൈവമാണ്. ഈ ലോകത്തിന്റെ നേതാക്കന്മാരുടെ കൂടെ പോയ അവരുടെ മേലുള്ള അഭിഷേകം അവൻ ശരിയല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാ. എന്നാൽ അവൻ ഉയരത്തിൽ അഭിഷേകത്താൽ നിറയ്ക്കുന്നവന്റെ വാക്ക് കേട്ട് പാളി കുറിക്കാത്തിരുന്നവരുടെ മേല് ഉയരത്തിൽ അഭിഷേകം വന്ന് അവൻ ഇന്ന് രാത്രി അവൻ ഉയരത്തിൽ അഭിഷേകം പ്രാപിച്ചവർ തകർന്നു പോകുക സ്വർഗം അനുവദിക്കത്തില്ല. മനസ്സിലായവർ കരമടിച്ച് കർത്താവിന് മകത്വം കൊടുക്കും. ഹല്ലേലൂയ. അബ്രഹാം ആമേൻ ആമേൻ ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. ഇന്ന് രാത്രി സത്യം നിവർത്തിക്കുവാൻ കൊള്ളുന്ന ഒരുവനേ ഉള്ളൂ. ഞാൻ തന്നെ സത്യം, വഴി, ജീവൻ എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ ഉലകത്തിൽ ഒരുവനേ ഉള്ളൂ, അത് യേശുവാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് മറുപടി നൽകുന്ന ഒരു ദൈവത്തെ വെളിപ്പെടുത്തുവാൻ യുഗത്തിലേക്ക് ഇറങ്ങി വന്ന യേശു. ഹല്ലേലൂയ. അബ്രഹാം എന്റെ വാക്ക് കേട്ട് എന്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഇതിനപ്പുറത്ത് വേറൊരു വഴിയില്ല കേട്ടോ. വണങ്ങിയ ഉലകം മുഴുവൻ തരാന്ന് പറഞ്ഞത് സാത്താര. ഹല്ലേലൂയ. കൽപ്പിച്ചാൽ അപ്പമാകുമെന്ന് പറഞ്ഞത് സാത്താര. ഹല്ലേലൂയ. ആമേൻ. അനുസരിക്കണം, വിടേണ്ടത് വിടണം. ആമേൻ. കേൾക്കേണ്ടത് കേൾക്കണം, പ്രമാണിക്കേണ്ടത് പ്രമാണിക്കണം. അങ്ങനെ വ്യവസ്ഥ തന്നിട്ടുണ്ട്, ആ ചട്ടങ്ങളും പ്രമാണങ്ങളും ഉണ്ട്. ഇതൊക്കെ അനുസരിച്ച് ജീവിച്ചാലേ ആമേൻ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാൻ ദൈവം നിന്നെയും നിന്റെ തലമുറയും അനുഗ്രഹിക്കത്തുള്ളൂ. മനസ്സിലായവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. 28-ാം അധ്യായം 13:5 വായിക്കുമ്പോൾ അതിന് മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് നിന്റെ സന്തതിക്ക് തരും. ഓ, എത്ര വലിയ സന്തോഷകരമായ കാര്യമാണ്. നീ ഇന്ന് കിടക്കുന്ന ഭൂമിയെ നിനക്ക് അവകാശമായി തരുമെന്ന്. നിനക്ക് മാത്രമല്ല, നിന്റെ തലമുറയ്ക്കും. അയ്യോ ജപ്തി വരും, ആമേൻ, കടക്കാര് കൊണ്ടുപോകും എന്നൊക്കെ ആവലാതിപ്പെട്ട് നീ കിടക്കുകയാണോ? ഹല്ലേലൂയ. ചിലരങ്ങനെയല്ല, ഉള്ളത് വിൽക്കണമെന്ന് പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പറയുക, ആമേൻ, അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തു. ഏതാ? ഭയപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത്. ആമേൻ. അതെ, സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി. സ്വർഗീയ ദർശനം കേട്ടോ, പേക്കിനാവൊന്നുമല്ല. ആമേൻ. അവൻ കേൾക്കുകയാ, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് തരും, നിന്റെ സന്തതിക്കും തരും. ഹല്ലേലൂയ. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ഇവിടെ പ്രാപിച്ചോ പ്രാപിച്ചോ, തുള്ളിക്കോ തുള്ളിക്കോ, എന്നാ പിടിച്ചോ പിടിച്ചോ എന്നൊന്നുമല്ല. കർത്താവ് ആമേൻ മനസ്സിലാകുന്ന ഭാഷയിൽ ഭയപ്പെട്ടിരിക്കുന്ന യാക്കോബിനോട് പറയുന്നത്. ഹല്ലേലൂയ. അബ്രഹാമിനോട് പറഞ്ഞു, നീ വിടേണ്ടതിനെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞത് തൊടോന്നൊന്നുമല്ല. ആമേൻ മനസ്സിലാകുന്ന ഭാഷയിൽ, അബ്രഹാമേ, നീ നിന്റെ ചാർച്ചക്കാരെ പിതൃഭവനത്തേക്ക് വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്, അവന് മനസ്സിലാകുന്ന ഭാഷയിലാണ് പറഞ്ഞത്. ഹല്ലേലൂയ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോടത്രേ സംസാരിക്കുന്നത്, അവൻ അവനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. ഹല്ലേലൂയ. അപ്പോ ഈ പ്രവചനം, ഹല്ലേലൂയ, മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ആമേൻ ദൈവത്തോട് അടുപ്പിക്കാൻ. ഹല്ലേലൂയ. നീ വിടേണ്ടതിനെ വിടുമോനെ, എന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീ മുറുകെ പിടിച്ചോ, ദൈവം നിന്നെ അനുഗ്രഹിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ.
പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് ആമേൻ ഒരുവന്റെ മേൽ വന്നു കഴിയുമ്പോൾ അവൻ കുഞ്ഞായാലും അവൻ വലിയവനായാലും അവൻ പ്രവചിക്കൂല, അവൻ ദർശനം കാണൂല, അവൻ അരുളപ്പാട് പറയൂല. എങ്ങനെയുള്ള അരുളപ്പാടാ? അബ്രഹാമേ, നിന്റെ ഈ കഷ്ടവും ഈ വേദനയും ഈ നിരാശയും തലമുറയില്ലാത്ത ജീവിതവും ഒക്കെ മാറണമെങ്കിൽ നീ വിടേണ്ടതിനെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഞാൻ പറയുന്നത് പോലെ നീ പോകാൻ തയ്യാറായ. ഹല്ലേലൂയ. നോക്കിക്കേ, അബ്രഹാമിന്റെ കാലം കഴിഞ്ഞ് ആമേൻ ഇസഹാക്കിന്റെ കാലത്ത് ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, നീ അങ്ങോട്ട് പോകരുത്. ഹല്ലേലൂയ. അതിന് അപ്പുറത്തെ തലമുറ യാക്കോബിന്റെ കാലം വന്നപ്പോൾ യാക്കോബ് ഭയന്നോടിയ ഓട്ടത്തിൽ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട് ആമേൻ അതിന് അവസരം അവൻ ഒരുക്കി. അവൻ കിടന്നു കേട്ടോ, പേക്കരാവ് കണ്ടില്ലെന്ന്, ദുസ്വപ്നം കണ്ടില്ലെന്ന്, ശരിയായ സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിലൂടെ ദൈവം അവനോട് ഇടപെടുകയാണ്. ഇന്ന് രാത്രി ദർശനത്തിലൂടെ ദൈവം നിന്നോട് ഇടപെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിന്റെ ഉറക്കത്തിൽ ദൈവം നിന്നോട് സംസാരിക്കാൻ പോകുകയാണ്. കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ആമേൻ. ഏതോ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോഴല്ല ഇവരോടൊന്നും ദൈവം ഇടപെട്ടത്. ഹല്ലേലൂയ. ഏതോ ഒരു കാത്തിരിപ്പ് പ്രാർത്ഥന ഇരുന്നപ്പോഴല്ല ദൈവം ഇവരോട് ദൂത് പറഞ്ഞത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നിന്റെ വീട്ടിനകത്ത് നീ ക്ഷീണിച്ചിരിക്കുകയല്ലേ? നിന്റെ രാജ്യത്തിനകത്ത് നീ ആമേൻ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയല്ലേ? ഇന്ന് രാത്രി ശാന്തമായി ദൈവം നിന്നോട് പറയുന്നു, ഹല്ലേലൂയ, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ടായി. നീ പോകുന്നിടത്തേക്ക് നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തി. ഹല്ലേലൂയ. ദൈവവചനത്തില് ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം നേരിട്ട് സംസാരിച്ചു, പ്രവാചകന്മാരോട് സംസാരിച്ചു, അപ്പോസ്തലന്മാരോട് കൂടെ സംസാരിച്ചു, യേശു നേരിട്ട് എന്ത് ചെയ്തു? സംസാരിച്ചു. ദൂതന്മാരിലൂടെ സംസാരിച്ചു. ഇന്ന് രാത്രി വ്യത്യസ്ത നിലയിൽ ദൈവം നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. പൗലോസ് അപ്പോസ്തലനായിരുന്നു. ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഴുന്നേറ്റിട്ട് ആംഗ്യം കാട്ടി. അവന് സംസാരിക്കാൻ പറ്റുന്നില്ല. അവൻ ആംഗ്യം കാട്ടി പറഞ്ഞത്. ഞാനിപ്പോ കാട്ടിയത് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? എന്നാൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആംഗ്യം കാട്ടി ഇസ്രായേൽ പുരുഷന്മാരും ദൈവ ഭക്തന്മാരുമായുള്ളവരെ കേൾപ്പി. എന്താ പറഞ്ഞേ? പൗലോസ് എഴുന്നേറ്റ് ആംഗ്യം കാട്ടി പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരുമായുള്ളവരെ കേൾപ്പി. ഇസ്രായേൽ ജനത്തിന്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തെരഞ്ഞെടുത്തു. മിസ്രൈം ദേശത്തിലെ പ്രവാസകാലത്ത് ജനത്തെ എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചു. നീ ഞെരുങ്ങി കഴിയുകയാണെങ്കിലും പ്രവാസത്തിലാണെങ്കിലും ശത്രു നിന്നെ ഞെരുക്കുന്നുണ്ടെങ്കിലും നീ ഒരു ഇസ്രായേൽ ആണെങ്കിൽ നീ വർദ്ധിക്കൂല. മനസ്സിലായവർ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഇവിടെ നിന്നെ മുൾമുനയിൽ നിർത്തുന്ന ശത്രു ആമേൻ നിനക്കെതിരെ ശബ്ദം ഉയർത്തുമ്പോൾ നിന്റെ തകർച്ചകളാണ് അവർ പ്രവർത്തിക്കുമ്പോഴും അതിനകത്ത് നീ കൊഴിഞ്ഞു പോകുവാൻ സമ്മതിക്കാതെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. സഹോദര സഹോദരി, മാതാവേ, എത്ര കഷ്ടപ്പെട്ട് എത്ര ബുദ്ധിമുട്ടി അതെ നീ കൊഴിഞ്ഞു പോകാൻ, നിന്റെ ഒരു തലമുറ പോലും തകർന്നു പോകാൻ ദൈവം അനുവദിച്ചോ? ഹല്ലേലൂയ. എന്നാൽ പണമുള്ള, കഴിവുള്ള, പ്രാപ്തിയുള്ള എത്ര പേരുടെ തലമുറയാ തകർന്നാ പോയ? കരപടിച്ച കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മിസ്രൈം ദേശത്തിലെ പ്രവാസകാലത്ത് ജനത്തെ വർദ്ധിപ്പിച്ചു, ഭുജവീര്യം കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ. തലമുറയെ ആമേൻ തകർത്ത് കളയുന്ന ഫറവോന്റെ ശക്തിക്കകത്ത് തകർന്നു പോകുവാൻ അനുവദിക്കാതെ വർദ്ധിച്ച തലമുറയുമായി പുറപ്പെടുവാൻ ഭുജവീര്യം കൊണ്ട് പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് രാത്രി നിന്റെ കൂടെയുണ്ട്. കരപടിച്ച കർത്താവിന് മഹത്വം കൊടുക്കാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. മരുഭൂമിയിൽ 40 സംവത്സരത്തോളം അവരുടെ സ്വഭാവം എന്ത് ചെയ്തു? സഹിച്ചു. സ്വഭാവം അത്ര നല്ലതല്ലായിരുന്നത്. ആമേൻ. വർദ്ധിച്ചു. ആമേൻ. അവരെ വിടുവിച്ചു. പക്ഷെ ഈ വർധനവും വിടുതലും ആയി കഴിഞ്ഞപ്പോൾ സ്വഭാവം മാറി. പക്ഷെ ആ സ്വഭാവത്തെ ആര് സഹിച്ചു? തമ്പുരാൻ സഹിച്ചത്. ഹല്ലേലൂയ. കനാൻ ദേശത്തിലെ 7 ജാതികളെ ഒടുക്കി അവരുടെ ദേശം അവർക്ക് അവകാശമായി വിഭാഗിച്ചു കൊടുത്തു. അങ്ങനെ ഏകദേശം 450 സംവത്സരം കഴിഞ്ഞു. അതിനുശേഷം അവൻ അവർക്ക് ശൗമേൽ പ്രവാചകൻ വരെ ന്യായാധിപന്മാരെ കൊടുത്തു. നമ്മുടെ ദൈവം എത്ര കരുണയുള്ളവനാ. മാതാവേ, സമയാസമയത്ത് നിനക്ക് ആമേൻ കണക്ട് ചെയ്ത് ആമേൻ ദൈവം തൻ്റെ ആമേൻ കൂട്ട് വേലക്കാരെ ദൈവ മക്കളെ നൽകി തരും. എന്തിനാ? നീ തകർന്നു പോകാതെ പാടാനും പ്രാർത്ഥിക്കാനും കൂട്ടായ്മ ആചരിക്കാനും ഉപവസിക്കാനും ഒക്കെ ആയിട്ട് അതത് സമയത്ത് ദൈവം നിന്നെ തകർന്നു പോകാൻ അനുവദിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ചിരിച്ചോണ്ടിരിക്കും. ഹല്ലേലൂയ പറഞ്ഞാൽ. ഹല്ലേലൂയ. അനന്തരം അവർ ഒരു രാജാവിനെ ചോദിച്ചു. ദൈവം അവർക്ക് ബെന്യാമിൻ ഗോത്രക്കാരനായ കീശിന്റെ മകൻ ശൗലിനെ 40 ആണ്ട്
കൊടുത്തു. ഇതെന്തിനാ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പുതിയ നിയമ വിശ്വാസികളോട് പറഞ്ഞത്? ഈ സ്വഭാവമൊക്കെ ശരി തമ്പുരാൻ തരും, അത് പിന്നെ നിനക്ക് വിനയാകരുത്. ഹല്ലേലൂയ. അവനെ നീക്കിയിട്ട് ദാവീദ്, കാരണം അവൻ വിനയായി. നീ വെറുതെ ചോദിച്ച് മേടിച്ച് ബിലാമിന്റെ ജീവിതത്തിൽ പോകരുതെന്ന് പറഞ്ഞ് അവൻ ചോദിച്ച് പൊക്കോളാൻ പറഞ്ഞു. ഉരിയാടെ കഴുത എന്ത് ചെയ്തു? ബിലാമിനോട് സംസാരിച്ചു. ഇതുപോലല്ലേ നിന്റെ ജീവിതം? ഹല്ലേലൂയ. നേരെ ചൊവ്വേ ദൈവം പറഞ്ഞാലോ, ദൈവദാസന്മാർ പറഞ്ഞാലോ, അല്ല രാത്രി സ്വപ്നത്തിലൂടെ ദൈവം ഇടപെട്ടാലോ നീ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ചില കഷ്ടവും നഷ്ടവും വേദനയൊക്കെ നേരിട്ട് നീ അനുഭവിച്ചാലേ പഠിക്കത്തുള്ളൂ. എനിക്കറിയാം സ്തോത്രം വരത്തില്ലെന്ന്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഈശായുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അപ്പൊ ദൈവത്തിന് ബോധിച്ച പുരുഷനായി കണ്ടവനെ ദാവീദ് രാജാവാക്കിയത് അത് ദൈവത്തോട് ആരും പിറുപിറുക്കേണ്ടതില്ല. ഹല്ലേലൂയ. അവനെന്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് അവനെ കുറിച്ച് സാക്ഷ്യം പറയും. അപ്പൊ ദൈവം കണ്ടിരിക്കുന്നവനെ, ദൈവം സാക്ഷ്യം ഉള്ളവനായി കാണുന്നവനെ ദൈവം എഴുന്നേൽപ്പിക്കും. അതിന് നീ അസൂയപ്പെട്ടിട്ടോ നീ ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. മനസ്സിലായവർ കരപടിച്ച കർത്താവിന് മഹത്വം കൊടുത്തു. അവന്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിനെ യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. നോക്കിക്കേ, നാട്ടുകാരുടെ, കൂട്ടുകാരുടെ, വീട്ടുകാരുടെ ഇഷ്ടത്തിലൊന്നുമല്ല യേശുവിനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചു. ദൈവത്തിന്റെ ഇഷ്ടത്തിലാണ്. അവന്റെ വരവിന് മുമ്പേ യോഹന്നാൻ ഇസ്രായേൽ ജനത്തെയൊക്കെയും മാനസാന്തരത്തിന്റെ സ്നാനം എന്ത് ചെയ്തു? പ്രസംഗിച്ചു. അപ്പൊ എങ്ങനെ പ്രസംഗിക്കണം, എന്ത് പ്രസംഗിക്കണം, അത് കേൾക്കുന്നവരല്ല തീരുമാനിക്കുന്നത്, അയക്കുന്നവനാ തീരുമാനിക്കുന്നത്. ഇന്ന് രാത്രി എന്നെ നിർത്തിയ ദൈവം എന്നിലൂടെ എന്ത് പറയിപ്പിക്കുന്നുവോ അത് ഞാൻ പറയാൻ തയ്യാറാകുമ്പോഴാണ് എന്റെ അതിര് വിസ്താരമാകുന്നത്. ഹല്ലേലൂയ. അതെ, എന്നെ ഏൽപ്പിച്ച ചെറിയ കാര്യങ്ങളിൽ ഞാൻ വിശ്വസ്തനായാൽ എന്നെ അധികത്തിന് വിചാരകനാക്കും. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിലും അല്പസമയം മുൻപോട്ട് പോകുന്നെങ്കിലും ദൈവം ഏൽപ്പിച്ച വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്നേഹിത, നിന്റെ വിടുതലിന് വേണ്ടിയാ, നിന്റെ സൗഖ്യത്തിന് വേണ്ടിയാ, നീ ലജ്ജിക്കാതിരിക്കാൻ വേണ്ടിയാ, നിന്റെ തലമുറ വിടുവിക്കപ്പെടാൻ വേണ്ടിയാ, നിന്റെ കൂടപ്പറപ്പ് വിടുവിക്കപ്പെടാൻ വേണ്ടിയാ. ഇതിനാണ് ഓരോ കാലഘട്ടങ്ങളിൽ ദൈവം ശൗമേൽ മുതൽ ന്യായാധിപന്മാരെ, അതിനുശേഷം പ്രവാചകന്മാരെ, ഏറ്റവും ഒടുവിൽ യേശുവിനെ എന്ത് ചെയ്തത്? ഈ ലോകത്തിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. യോഹന്നാൻ ജീവകാലം തികവാറായപ്പോൾ നിങ്ങൾ എന്നെ ആരെന്ന് നിരൂപിക്കുന്നു? ഞാൻ മിശിഹയല്ല, അവൻ എന്റെ പിന്നാലെ വരുന്നു, അവന്റെ കാലിലെ ചെരുപ്പ് അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. നോക്കണമേ, യേശു കർത്താവ് വരുന്നതിന് മുന്നോടിയായി പ്രസംഗിക്കുവാൻ തയ്യാറായ യോഹന്നാൻ പറയുകയാണ്, തെറ്റിദ്ധരിക്കരുത്, ഇത് തെറ്റിദ്ധരിക്കുന്ന ലോകമാണ്. ഞാൻ യേശുവല്ല, എന്റെ പിന്നാലെ ഒരുവനുണ്ട്. ആമേൻ. ഇന്ന് രാത്രി സകല മഹത്വവും സകല മാനവും പുകഴ്ചയും എന്റെ കർത്താവിന് അർപ്പിക്കട്ടെ. ഹല്ലേലൂയ. സഹോദരന്മാരെ, അബ്രഹാം വംശത്തിലെ മക്കൾ, അവരോട് ചേർന്ന ദൈവഭക്തന്മാരുമായുള്ളവരെ നമുക്കാകുന്നു ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആർക്കാണ് ഈ രക്ഷയുടെ വചനം അയച്ചിരിക്കുന്നത്? ഹല്ലേലൂയ. യെരൂശലേം നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കുകയും അവയ്ക്ക് നിവൃത്തി വരും. മരണത്തിന് ഒരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ കൊല്ലണമെന്ന് അവർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം അവർ അവനെ മരത്തിൽ നിറക്കി ഒരു കല്ലറയിൽ വെച്ചു. ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ തന്നോടുകൂടെ ഗലീലയിൽ നിന്നും യെരൂശലേമിൽ വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനത്തിന്റെ മുമ്പാകെ അവന്റെ സാക്ഷികളാകുന്നു. ഇങ്ങനെ മഹിമ കണ്ട സാക്ഷികളായി ജീവിക്കാൻ കൃപ ലഭിച്ചവർ ഇന്ന് രാത്രി ഈ ലൈവിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ലോകം മുഴുവൻ അവന്റെ സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് വിളിച്ച് വേർതിരിച്ച ദൈവമക്കളെ ഒതുങ്ങിപ്പോകരുത്. ഇത് അന്ത്യകാലമാണ്. അവിടുത്തെ ആത്മാവിനെ പ്രാപിച്ച് ശക്തിയോടെ അവന്റെ സാക്ഷ്യം വഹിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന 2 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുണ്ടല്ലോ. ആമേൻ. ഈ ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെ കുറിച്ച് അവൻ ദാവീദിന്റെ സ്ഥിരമായുള്ള വിശുദ്ധ കൃപകളെ ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് എന്തിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ സങ്കീർത്തനങ്ങളിൽ വിവിധ ഇടങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ജീവിതത്തെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ആമേൻ.
ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനെ ദ്രവത്വം കണ്ടില്ല. ആകയാൽ സഹോദരന്മാരെ, ഇവൻ മൂലം നിങ്ങളുടെ പാപമോചനം അറിയിക്കുന്നുവെന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുമെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളു. ഹല്ലേലൂയ. അതുകൊണ്ട് നീതിമാന്മാരായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, നിന്നക്കാരെ നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് നശിച്ചു പോകുവിൻ. നിങ്ങളുടെ കാലത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി തന്നെ. എന്താ എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഭവിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. അപ്പൊ പ്രവചനത്തെ തുച്ഛീകരിക്കരുത്. പ്രവാചക പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ഭവിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. ആമേൻ. യേശു നേരിട്ട് സംസാരിച്ചു. ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആമേൻ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഒരിക്കൽ പത്രോസിനോട് ചോദിച്ചു, എന്നെ കുറിച്ച് എന്താണ് അവർ പറയുന്നത്? ആമേൻ. പല കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? ജീവനുള്ള ദൈവത്തിന്റെ ക്രിസ്തുവാകുന്നുവെന്ന്. ഈ വെളിപ്പാട് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് അത് ഹല്ലേലൂയ പത്രോസിനെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. ഹല്ലേലൂയ. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ ക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഹല്ലേലൂയ. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ഹല്ലേലൂയ. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്നും ആമേൻ അഴിക്കുകയും. ഹല്ലേലൂയ. മനുഷ്യ, നിങ്ങളുടെ നീതി ശാസ്ത്രന്മാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നു, നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ വെട്ടിപ്പിടിച്ച് മണിസൗധങ്ങൾ കെട്ടിപ്പടുത്ത് ഉയർത്തി മക്കളെ അമേരിക്കയിലും വിട്ട് ഗൾഫിലും വിട്ട് ആമേൻ അതേ ബാങ്കിലും നിക്ഷേപിച്ച് നിത്യ നരകത്തിലേക്ക് പോകാനാണോ ആമേൻ കർത്താവ് ക്രൂശിൽ യാഗമാക്കി ആമേൻ എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്? ആമേൻ നിത്യജീവൻ അവകാശിയായി അവിടെ എത്തപ്പെടുമ്പോൾ ദൈവം നൽകിയ തലമുറകൾ, അവരുടെ മക്കൾ ഒക്കെ അതേ നിത്യതയിൽ കാണപ്പെടണം. അതിനുവേണ്ടി ദൈവവചനത്തിന്റെ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് അന്ത്യകാലത്ത് തലമുറകളുടെ മേൽ പകരപ്പെടുന്ന ദിവ്യാത്മാവിനെ അവരുടെ മേൽ പകരുവാൻ അവർക്കൊരു പുതിയ ഹൃദയം ഉണ്ടാകേണ്ടതിനായി യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് കാഴ്ചപ്പാടുള്ള മാതാപിതാക്കളായി ജീവിക്കുവാൻ മാതാപിതാക്കളെ ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിച്ചാട്ട്. ഹല്ലേലൂയ. അവൻ എപ്പോഴും കൃത്യസമയത്താണ് പ്രവർത്തിക്കുന്നത്. ആമേൻ. നാം പ്രാരംഭ വാക്യത്തിൽ വായിച്ചു വചനം. ഹല്ലേലൂയ. ആമേൻ. അത് യഥാർത്ഥമായി ഒരു വീണ്ടും ജനനം ഒരു ദൈവവൈദ്യയിൽ സംഭവിച്ചു കഴിയുമ്പോൾ അവന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുവാൻ തുടങ്ങും. ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ അവരുടെ ക്രിസ്തുവും വ്യക്തിഗത രക്ഷിതാവുമായി വിശ്വസിക്കുമ്പോഴെല്ലാം അവനോ അവൾക്കോ ഒരു പുതിയ ആത്മാവും ആമേൻ ഒരു ഹൃദയവും ദൈവം നൽകുകയാണ്. പുനർജീവിപ്പിച്ച ആത്മാവ് ആ വ്യക്തി ദൈവത്തിലേക്ക് ദൈവ ശബ്ദവുമായുള്ള അവന്റെ കൂട്ടായ്മയിലേക്ക് അവൻ വചനം കേൾക്കുമ്പോൾ അവന്റെ അകത്ത് ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചതുപോലെ പരിവർത്തിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവിനെ മനുഷ്യവർഗത്തിൽ പകർന്നു കൊടുക്കുക എന്നത് ദൈവവചനത്തിന്റെ മറ്റൊരു നിവൃത്തിയാണ്. ഹല്ലേലൂയ. നമ്മെ കുറിച്ചുള്ള എല്ലാ പ്രവചനങ്ങളും വാഗ്ദാനങ്ങളും നിറവേറ്റുന്നതിനുള്ള താക്കോൽ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് വാഗ്ദാനങ്ങൾ സാക്ഷീകരിക്കുന്നതിന് ശരിയായ തീരുമാനങ്ങളും എടുക്കുന്നതിലേക്ക് നമ്മെ നയിക്കുവാൻ അവനോ നമ്മോട് എല്ലാ സഹോദരനവും നൽകുന്നത് ആമേൻ പരിശുദ്ധാത്മാവിലൂടെയാണ്. പ്രിയമുള്ളവരെ, ഇപ്പോൾ നിങ്ങൾക്ക് അനുസരണമുള്ള ഒരു ഹൃദയം നൽകിയിട്ടുണ്ട്. ദൈവവചനം അനുസരിക്കുകയോ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും അവനെ സേവിക്കുകയും ചെയ്യുമെങ്കിൽ ഹല്ലേലൂയ നിങ്ങളോടുള്ള വാഗ്ദത്തം ആമേൻ വേഗത്തിൽ നിറവേറും. എല്ലാ കണ്ണുകളും അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. ഒരു പുതിയ ആത്മാവ് ഒരു പുതിയ ഹൃദയം ഞങ്ങൾക്ക് നൽകുമെന്ന് അവിടുന്ന് പറഞ്ഞല്ലോ. കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇപ്പോൾ അവിടുത്തെ അനുസരണത്തിലും
അവിടുത്തെ കൂട്ടായ്മയിൽ ജീവിക്കുവാൻ കഴിയുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് ആമേ ആ ക്രിസ്തുവിലൂടെയുള്ള രക്ഷ ആമേൻ സ്വീകരിക്കുവാൻ തക്കവണ്ണം സമർപ്പിക്കപ്പെടുന്നവരിൽ പാപങ്ങൾ അങ്ങ് ക്ഷമിച്ച് അവരെ പുതിയ ഹൃദയത്തിന് ഉടമയാക്കി അവിടെ ഉള്ളിൽ ആത്മാവിനെ പകർന്ന് പുതിയ ജീവിതത്തിന് ഉടമയാക്കി മാറ്റണമേ. ആമേൻ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലായിരിക്കുന്ന ദൈവജനത്തിന്റെ നന്മയെ തടഞ്ഞു വെക്കുന്ന പൈശാചിക പോരുകളെ സാധിച്ച് മുന്നേറുവാനുള്ള ഉയരത്തിൽ അഭിഷേകം അവരുടെ മക്കളുടെ മേൽ പകർന്നാട്ട് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല എന്ന് അരുളി ചെയ്ത നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മുമ്പിലുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, വേദനകൾ മാറണം, നിരാശകൾ മാറണം, കടഭാരങ്ങൾ മാറണം, തലമുറകളില്ലാത്തവർക്ക് തലമുറകൾ ഉണ്ടാകും, ഭവനമില്ലാത്തവർക്ക് ഭവനമുണ്ടാകും, ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിലുള്ള ആ സമാധാന സൗഖ്യം ഞാൻ കൈമാറുകയാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ നാമം ചൊല്ലി ചേർത്ത് അനുഗ്രഹിക്കുന്നു, മഹത്വം അവിടത്തേക്ക് അർപ്പിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. യൂട്യൂബിൽ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ് ശുഭരാമൻ.